2, 3, 4 ശ്ലോകങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഗീതാമാഹാത്മ്യത്തിന്റെ കൂടുതൽ പ്രാധാന്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി 7 ശ്ലോകങ്ങളാണ് ഉള്ളത്. 5, 6, 7 ഇനി പറയാനിരിക്കുന്നത്. 5-ാമത്തെ ശ്ലോകം. ഭാരതാമൃത സർവസ്വം വിഷ്ണു വക്താദിവിന് ശ്രുതം ഗംഗോദകം പീത്വാ പുനർജന്മന വിദ്യത്തെ. ഗംഗാജലം പാനം ചെയ്യുന്നവർ മോക്ഷം പ്രാപിക്കുന്നു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഭഗവത് ഗീതാമൃതം പാനം ചെയ്യുന്നതിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും അതിനേക്കാട്ടിലും കൂടുതൽ പ്രാധാന്യമാണ്. ഗീത ഒരു അമൃതമായിട്ടാണ് പറയുന്നത്. അപ്പൊ അത്രയും പ്രാധാന്യമാണ് നമ്മൾ ഗീത വായിച്ചാൽ. അത് സ്വയം ഭഗവാൻ തന്നെ ഉപദേശിച്ചതായിട്ടാണ് പറയുന്നത്. ഭഗവത്ഗീത ദിവ്യോത്തമ പുരുഷന്റെ മുഖത്തു നിന്നും വന്നതാണ്. അതുകൊണ്ട് അതിന്റെ പ്രാധാന്യം ഗംഗാജലം എന്ന് പറയുമ്പോൾ പാദപങ്കജമായിട്ടാണ് കരുതുന്നത്. അപ്പൊ അതിനേക്കാളിലും കൂടുതൽ അപേക്ഷിച്ച് രണ്ടും പുണ്യം തന്നെ. പക്ഷെ എന്നാലും മുഖം കൂടുതൽ ഒരു വ്യത്യാസമില്ലെങ്കിലും ഒരു പഠനത്തിൽ ഭഗവത്ഗീത ഗംഗാജലത്തേക്കാൾ കൂടുതൽ പ്രാധാന്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 6. സർവോപനിഷദോ ഗാവോ ദോക്താ ഗോപാല നന്ദനഃ പാർത്ഥോ വത്സാ സുധീർഭോക്താ സുപ്തം ഗീതാമൃതം മഹത്. ഗീതോപനിഷത്ത്, ഭഗവത്ഗീത എല്ലാ ഉപനിഷത്തുകളുടെയും സാരമാണ്. എല്ലാ ഉപനിഷത്തുകളും ഒരു പശുവിനെ പോലെയായിട്ടാണ് സാമ്യപ്പെടുത്തിയിരിക്കുന്നത്. ഗോപകുമാരൻ എന്ന പ്രശസ്തനായ ഭഗവാൻ കൃഷ്ണൻ ആ പശുവിനെ കറക്കുന്നു. അർജുനൻ ഒരു പശുക്കിടാവിനെയാണ് പോലെയാണ്. പണ്ഡിതന്മാരും പരമഭക്തന്മാരും അമൃതതുല്യ ദുഗ്ധമായ ഭഗവത്ഗീത പാനം ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പൊ ഭഗവത്ഗീതയുടെ മാഹാത്മ്യത്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് പറ്റുന്നത്? ഭഗവത്ഗീത വായിക്കുന്തോറും കൂടുതൽ ഫലങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. 7-ാമത്തത്. ഏകം ശാസ്ത്രം ദേവകീ പുത്ര ഗീതമേകോ ദേവോ ദേവകീ പുത്ര ഏവ ഏകോ മന്ത്രസ്തസ്യ താമാനി യാനി കർമ്മപ്യകം തസ്യ ദേവസ്യ സേവാ. ഇക്കാലത്തെ ജനങ്ങൾ ഒരേ ഒരു ധർമ്മഗ്രന്ഥത്തെയും ഒരേ ഒരു ഈശ്വരനെയും ഒരേ ഒരു മതത്തെയും ഒരേപോലെ പ്രവൃത്തിയും മാത്രം സ്വീകരിക്കുന്നവർ ഉത്സുകരാണ്. ആകയാൽ ഏക ശാസ്ത്രം ദേവകീ പുത്രഗീതം, ആ ഒരു ഒറ്റ ഗ്രന്ഥം മാത്രം ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന് പൊതുവായ ഏക ധർമ്മഗ്രന്ഥം, അതാണ് ഭഗവത്ഗീത. അപ്പോൾ ഭഗവത്ഗീത വായിക്കുന്നത് കൊണ്ട് വേറെ ഏത് ശാസ്ത്രമോ ധർമ്മത്തെയോ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഭഗവത്ഗീത മാത്രം വായിച്ചാൽ മതി. അത് ഭഗവാൻ നേരിട്ട് പറഞ്ഞത് കൊണ്ടാണ് അത് കൂടുതൽ പ്രാധാന്യമായിരിക്കുന്നത്. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അപ്പൊ ഭഗവത്ഗീത വായിക്കുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? അതും നമുക്ക് ജന്മങ്ങളായിട്ടുള്ള ജരാനര അല്ലെങ്കിൽ മരണങ്ങളിൽ നിന്നും നമ്മളെ മോക്ഷം കിട്ടുകയാണെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ശ്രീകൃഷ്ണന്റെ ഏക മന്ത്രസ്ഥാനമാണ് ഒരേ മന്ത്രം, ഒരേ പ്രാർത്ഥന. അതാണ് നമ്മൾ ജപിക്കേണ്ടത്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ആ ഒരു മന്ത്രം, മഹാമന്ത്രം നമ്മൾ എല്ലാ ദിവസവും ജപിക്കുകയാണെങ്കിലും ഭഗവത്ഗീത വായിക്കുകയാണെങ്കിലും അതിൻ്റെ പ്രാധാന്യം നമുക്ക് അനുഭവപ്പെടുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും അതൊന്ന് ഉത്സാഹത്തോടു കൂടി വായിക്കുകയും ഭഗവത്ഗീത മനസ്സിരുത്തി വായിക്കുകയും ചെയ്യുക. ഒരു ശ്ലോകമെങ്കിലും ദിവസവും വായിക്കുക, അതാണ് വേണ്ടത്. അപ്പോഴത്തേക്കും നമുക്ക് അതിൽ നിന്നും നമുക്ക് ഈ ജനന മരണങ്ങളിൽ നിന്നുള്ള ഒരു മോക്ഷം കിട്ടുകയും മനസ്സിലാക്കി വായിക്കുകയാണെങ്കിൽ കിട്ടുമെന്നാണ് പറയുന്നത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു ഗീത മാതാജി. ഗീതാ മഹാത്മ്യം ഈ ഒരാഴ്ച നമ്മൾക്ക് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതിന്. അടുത്തതായിട്ട് ഹരിനാമ മഹാത്മ്യം പറയുന്നതിനായിട്ട് ഭൂദേവി മാതാജിയെ ക്ഷണിക്കുന്നു. ഹരേ കൃഷ്ണ. പ്രണാമം. എല്ലാവരുടെയും കാൽക്കൽ ഞാൻ നമസ്കരിക്കുകയാണ്. പ്രാർത്ഥനയോടുകൂടി തുടങ്ങാം. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനാശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ
ഭക്തിവേദാന്ത സ്വാമിനി നാമിനെ നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ താരിണേ. ജയ് ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം കൃഷ്ണാർപ്പണമസ്തു. ഓം തത്സത്. ഹരി ഓം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്ന് ഹരിനാമ മഹാത്മ്യത്തെ കുറിച്ച് പറയാനാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ് ഹരിനാമ എന്ന് വെച്ചാല്. നവവിധ ഭക്തിയില് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ്? ശ്രവണത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നമ്മൾ നൽകുന്നത്. ഈ ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപം കലിയുഗ ധർമ്മമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കലിയുഗത്തിൽ മനുഷ്യര് മന്ദരും അല്പായുസുള്ളവരും ബുദ്ധി കുറഞ്ഞവരും ആകയാൽ ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപത്താൽ ഭക്തിയും ഗോലോക പ്രാപ്തിയും ഉണ്ടാകുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. 16 അക്ഷരങ്ങളുള്ള ഹരേ കൃഷ്ണ മന്ത്രം ജപിച്ചാൽ രാധാകൃഷ്ണ പ്രാപ്തി ഉണ്ടാകുമെന്ന് ശാസ്ത്രം പറയുന്നു. ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചാൽ ഭൂതപ്രേത പിശാചുക്കൾ വരെ അവർക്ക് വരെ മോക്ഷവും മുക്തിയും ഭക്തിയും ലഭിക്കുമെന്നാണ് പറയുന്നത്. അതായത് ഹരിഭക്ത വിലാസില് സനാതന ഗോസ്വാമി എഴുതിയ ഹരിഭക്ത വിലാസത്തിൽ ഇങ്ങനെ ഒരു ശ്ലോകം പറയുന്നു. എങ്ങനെയാണ് നമ്മൾ ഹരിനാമം ജപിക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് വിധത്തിൽ നമ്മൾ ജപിക്കണം, എപ്പോ ജപിക്കണം എന്നുള്ള കാര്യങ്ങൾ, അതിന്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് ഈ ശ്ലോകത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കാം. ഇതാണ് ആ ശ്ലോകം. മനഃ സംഹരണം ശൗചം മൗനം മന്ത്രാർത്ഥ ചിന്തനം അവ്യഗ്രത്വം മനീർവേദോ ജപസമ്പത്തി ഹേതവഃ. എന്താണത് പറയുന്നതെന്ന് വെച്ചാൽ മനഃ സംഹരണം, അതായത് നമുക്ക് മനസ്സിനെ പിടിച്ചു നിർത്തിയിട്ട് നാമം ജപിക്കാന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് അർജുനൻ ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണനോട് പറയുന്നുണ്ട്. നമുക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. കാറ്റിനെ നമുക്ക് നിയന്ത്രിക്കാം എന്ന് പറയുന്നുണ്ട്. പക്ഷെ കൃഷ്ണൻ അതിന് ഉത്തരം പറയുന്നത് എന്താണ്? നമ്മൾ നാമം ജപിക്കുമ്പോൾ, ഹരിനാമം ജപിക്കുമ്പോൾ എങ്ങനെ വേണം? എപ്പോഴും മനസ്സ് നമ്മുടെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ആ മനസ്സിനെ പിടിച്ചു കെട്ടി കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അഭ്യാസേനെ വൈരാഗ്യ എന്നാണ് പറയുന്നത്. അത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന് സാധിക്കും. അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ബട്ട് ഇറ്റ് ഈസ് പോസിബിൾ എന്നാണ് കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നത്. അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് എന്താണ്? അസോസിയേഷൻ വേണം. ഡിവോട്ടീസ് ആയിട്ടുള്ള അസോസിയേഷൻ ഉണ്ടെങ്കിൽ നമുക്കത് നല്ല രീതിയിൽ ഹരിനാമം കീർത്തനം ചെയ്യാനായിട്ട് സാധിക്കും. അതിന്റെ മഹാത്മ്യം നമുക്ക് അപ്പം മനസ്സിലാകും. രണ്ടാമത്തെ ശൗചം എന്ന് പറയുന്നത്, ശൗചം എന്ന് വെച്ചാല് ആന്തരിക ശുദ്ധിയും ബാഹ്യമായിട്ടുള്ള ശുദ്ധിയുമാണ് ഉദ്ദേശിക്കുന്നത്. ബാഹ്യമായിട്ടുള്ള ശുദ്ധി എന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ കുളിച്ചു കഴിഞ്ഞ് നല്ല വസ്ത്രം മാറുകയാണെങ്കിൽ ബാഹ്യമായിട്ടുള്ള ശുദ്ധിയായി പുറമേ നോക്കുമ്പോൾ. പക്ഷെ ആന്തരിക ശുദ്ധി അങ്ങനെയില്ല. ആന്തരിക ശുദ്ധി നമ്മൾ ജപം ചെയ്ത് ഹരിനാമ കീർത്തനം ചെയ്ത് തന്നെ വേണം നമുക്ക് അത് വരുത്താനായിട്ട്. അപ്പൊ എത്രയോ ജന്മജന്മങ്ങളായി ഇങ്ങനെ കൂടിക്കിടക്കുന്ന അഴുക്കുകൾ മാറ്റണമെങ്കിൽ നമ്മൾ ഹരിനാമ കീർത്തനം നിർബന്ധമായിട്ടും എപ്പോഴും 24 മണിക്കൂറും നമുക്ക് കൃഷ്ണ സ്മരണ എപ്പോഴും ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് ഹരിനാമ കീർത്തനം ചെയ്യാം. നമ്മുടെ മനസ്സിൽ ഇപ്പൊ ആരോടെങ്കിലും ഒരു വിദ്വേഷമുണ്ട് അല്ലെങ്കിൽ ദേഷ്യമുണ്ട് എന്നൊക്കെ ആണെങ്കിൽ നമുക്ക് നാമം ശരിക്കും ജപിക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. നമുക്ക് നമ്മുടെ ജപം ശരിയാവില്ല. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് മനസ്സിന് എന്തോ ഒരു വിഷമമുണ്ട്, അല്ലെങ്കിൽ ആരുടെയോ ഇതുണ്ട്, അതായത് ആരെയോ നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ശൗചം വളരെയധികം പ്രധാനപ്പെട്ടതാണ്. അത് നമ്മൾ ഹരിനാമം ജപിക്കുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലവണ്ണം ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ആ സമയത്ത് കാമൻ കൂളായിരിക്കും, അന്തരീക്ഷമായാലും യാതൊരുവിധ ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല. അതുകൊണ്ട് ആ സമയത്ത് ഹരിനാമം ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഫലം കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ അടുത്തത് മൗനം. മൗനം എന്ന് വെച്ചാല് മിണ്ടാതെ ഇരിക്കുക എന്നുള്ളതല്ല. സൈലൻസിൽ നമ്മൾ
നാമം ജപിക്കുമ്പോൾ വേറെ വർത്തമാനങ്ങളൊന്നും പറയാൻ പാടില്ല. ഈ ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സംസാരിക്കാറുണ്ട്, അല്ലെങ്കിൽ സംസാരം കേൾക്കാറുണ്ട്, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഹരിനാമം ചെയ്യുമ്പോൾ നമ്മൾ അതിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം, നമ്മൾ കേൾക്കണം. അത് നമ്മൾ ഓരോ അക്ഷരങ്ങൾ വേർഡ് ബൈ വേർഡ് ആയിട്ട് നമ്മളത് കേൾക്കണം. ഹരേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ കേൾക്കണം, അതാണ് പറയണത്. പിന്നെ ഇനി എന്തെങ്കിലും കാരണവശാൽ നമ്മൾ ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊന്ന് സംസാരിക്കേണ്ടി വന്നാൽ തന്നെ പെട്ടെന്ന് ക്വിക്കായിട്ട് ആ കാര്യം പറഞ്ഞിട്ട് നമ്മൾ അതിനകത്തുനിന്ന് പിൻവലിയണം. അങ്ങനെയാണ് ജപം ചെയ്യുമ്പോൾ, ഹരിനാമം ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. അത് ചെയ്താലാണ് കൂടുതൽ ഫലം ലഭിക്കുക എന്നാണ് പറയുന്നത്. പിന്നെ മന്ത്രാർത്ഥ ചിന്തനം. അടുത്തത് മന്ത്രാർത്ഥ ചിന്തനം എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ചൊല്ലുന്ന മന്ത്രം, ഇപ്പൊ ഹരേ കൃഷ്ണ മഹാമന്ത്രമാണല്ലോ നമ്മൾ ജപിക്കുന്നത്, അതിന്റെ അർത്ഥം എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണമായിട്ട് ഹരിനാമം ജപിക്കാനായിട്ട്. അതെങ്ങനെയാണ്? ഹരേ എന്ന് വെച്ചാൽ എന്താണ്? ഓ രാധാറാണി കൃഷ്ണ എന്ന് പറഞ്ഞാൽ എന്താണ്? കൃഷ്ണനോട് നമ്മൾ അപേക്ഷിക്കുകയാണ്, ഭക്തിയുത സേവനം രാധയുടെയും കൃഷ്ണയുടെയും സേവനം ചെയ്യാനായിട്ട് എന്നെ അനുഗ്രഹിക്കുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പൊ കൃഷ്ണൻ ആരാണ്? നമുക്ക് എല്ലാം തന്നെ നമ്മുടെ മാസ്റ്ററാണ്, കൺട്രോളറാണ്, മെയിൻറ്റൈനറാണ്, ഡിസ്റ്റോററാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ അടുത്തതായിട്ട് അവ്യഗ്രത്വം. അവ്യഗ്രത്വം മീൻസ് ക്ഷമ. അതായത് നമുക്ക് എപ്പോഴും പേഷ്യൻസ് ഉണ്ടായിരിക്കണം. എന്താന്ന് വെച്ചാല് നമ്മുടെ പ്രൊനൗൺസിയേഷൻ ഒക്കെ നമ്മൾ തിരക്ക് പിടിച്ച് ഓടി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ അങ്ങനെ ചൊല്ലാൻ പാടില്ല. ശ്രദ്ധയോടുകൂടിയും ഭക്തിയോടു കൂടിയതും പ്രേമത്തോടു കൂടിയും തെറ്റുകൂടാതെ ഒക്കെയാണ് നമ്മൾ ഹരിനാമം ജപിക്കാനുള്ളത്. അത് ഓരോ വേർഡ് ബൈ വേർഡ് ആയിട്ട് നമ്മൾ കേൾക്കണം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അതിൻ്റെതായിട്ടുള്ള സമയം നമ്മൾ കൊടുക്കണം. എന്നിട്ട് വേണം നമ്മൾ ജപിക്കാനായിട്ട്. ചിലർക്ക് ഇപ്പൊ 6 മിനിറ്റ് കൊണ്ട് ജപിക്കാൻ പറ്റും ഒരു മാല, ചിലർക്ക് 7 മിനിറ്റ് കൊണ്ട് സാധിക്കും, ചിലർക്ക് 9 മിനിറ്റ് എടുക്കും, ചിലർക്ക് 10 മിനിറ്റ് എടുക്കും. എത്ര മിനിറ്റ് എടുത്തോട്ടെ, ഒരു പ്രശ്നവുമില്ല. കാരണം നമ്മൾ കൃഷ്ണന്റെ ഭക്തിയുത സേവനത്തിൽ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് നമ്മൾ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അത് ജപിച്ച് സമയം എടുത്താലും ശ്രദ്ധയോടും ഭക്തിയോടും കൂടിയും ജപിക്കാൻ തന്നെ ശ്രദ്ധിക്കണം. അടുത്തത് അനിർവേദം. അനിർവേദം എന്ന് വെച്ചാൽ നമുക്ക് യാതൊരുവിധ നിരാശയും പാടില്ല എന്ന് വെച്ചാൽ നമ്മൾ വിഷമിക്കാൻ പാടില്ല. ചാൻഡ് ചെയ്യണം. ഇപ്പൊ എത്രയോ നാളായി നമ്മൾ ചാൻഡ് ചെയ്യണു, അല്ലെങ്കിൽ ഹരിനാമം ചൊല്ലുന്നു, എനിക്ക് ഒന്നും ഫലം കിട്ടിയില്ലല്ലോ എന്ന് വിചാരിക്കരുത്. ഞാൻ 10 കൊല്ലമായി 20 കൊല്ലമായി 30 കൊല്ലമായി ജപിക്കുന്നു, എനിക്കൊന്നും ഫലം കിട്ടുന്നില്ല. ഫലം കിട്ടും തീർച്ചയായിട്ടും. നമ്മൾ ഓപ്റ്റിമിസ്റ്റിക് ആയിരിക്കണം, ഡിസപ്പോയിന്റഡ് ആകാൻ പാടില്ല. കൃഷ്ണന്റെ അടുത്ത് നമ്മൾ ഡിമാൻഡ് ചെയ്യേണ്ട യാതൊരു ആവശ്യവും ഇല്ല. കൃഷ്ണൻ അതെല്ലാം തരും. റിസൾട്ട് വിൽ ഗീവ് കൃഷ്ണ. അപ്പൊ അത് നമ്മൾ മനസ്സിൽ വെക്കണം. പണ്ട് ഒരു ചെറിയ കഥയും കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താണ്. ഇത് മുമ്പ് രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ബെൽജിയത്തിൽ വെച്ച് നടന്ന ഒരു കഥയാണത്. അതായത് ഒരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. ആ ഹോസ്പിറ്റലില് ആ യുദ്ധകാലത്ത് ഇങ്ങനെ കുറെ മരണങ്ങളെല്ലാം ആയി കഴിഞ്ഞ ആ ഹോസ്പിറ്റലിൽ എപ്പോഴും രാത്രി കാലങ്ങളിൽ ഇങ്ങനെ ശബ്ദങ്ങൾ കേൾക്കാം. പ്രേതങ്ങളും പിശാചുക്കളും ഒക്കെ വന്നിട്ട് ഇങ്ങനെ ശബ്ദമുണ്ടാക്കുന്നു പറഞ്ഞ് ആരും അവിടെ പോവുകയോ അവിടെ താമസിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ വന്നപ്പോൾ പറഞ്ഞു അവിടെ പോയിട്ട് ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപം ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ 1 മാസം ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചു കഴിഞ്ഞപ്പോൾ പ്രേതങ്ങളുമില്ല, അവർക്ക് പോലും മോക്ഷം കിട്ടി. ഈ ലോകത്തിൽ നിന്ന് തന്നെ അവര് മോക്ഷം പ്രാപ്തിയായിട്ട് ഗോലോകലത്തിലേക്ക് പോയി എന്നാണ് പറയുന്നത്. അത്രയും ശക്തിയാണ് ഹരിനാമ കീർത്തനത്തിന്. വേറൊരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ശ്രീലങ്കയില് ഹനുമാൻ ഇങ്ങനെ പാലം പണിയുമ്പോൾ ശ്രീലങ്കയിലേക്ക് പാലം പണി ആ കല്ലിൽ ഇങ്ങനെ രാമനാമം എഴുതിയിട്ടിട്ട കഥയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പിന്നെ സമയമായി, അതുകൊണ്ട് നിർത്തുന്നു. ഹരേ കൃഷ്ണ. എല്ലാവരും ഭക്തിയോടുകൂടി ഹരിനാമം ചെയ്യാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു എന്റെ വാക്കുകൾ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യോ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. താങ്ക് യു ഭൂദേവി മാതാജി. വളരെ നന്നായിട്ട് തന്നെ ഹരിനാമ മഹാത്മ്യം കുറെ കഥകളൊക്കെ പറഞ്ഞിട്ട് നമ്മൾക്ക് പറഞ്ഞു തന്നു. അതോടെ തന്നെ ഒരു വലിയൊരു പ്രാർത്ഥന അതോടെ തന്നെ പ്രാർത്ഥനയോടെ എല്ലാവർക്കും ശ്രദ്ധയോടുകൂടി തന്നെ ഹരിനാമം ജപിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായിട്ട് ഇന്നത്തെ നമ്മളുടെ ക്ലാസ് നരോത്തം കൃഷ്ണപ്രഭുയുടെ ക്ലാസ് ആണ്. അദ്ദേഹത്തിനെ കുറിച്ച് ഒരു 2 വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം സ്കൂള് കഴിഞ്ഞിട്ട്
അദ്ദേഹത്തിന്റെ സ്കൂള് കഴിഞ്ഞിട്ട് അദ്ദേഹം മുംബൈയില് സീമെൻസ് കമ്പനിയിൽ ജോലി ചെയ്യുന്നതിന്റെ ഇടയ്ക്കായിരുന്നു ടാറ്റ ഗ്രൂപ്പിന്റെ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ബഹ്റൈനിൽ ജോലിക്കുള്ള ഒരു അവസരം കിട്ടുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം ബഹ്റൈനിൽ പോവുകയും അവിടെ താമസിക്കുന്നതിന്റെ അടുത്തൊരു ഗുജറാത്തി അമ്പലം ഉണ്ടാവുകയും അവിടെ ഇടയ്ക്കിടയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിന്റെ അടുത്ത് ഇസ്കോൺ അമ്പലമുണ്ട് തൊട്ടടുത്ത് തന്നെ, അവിടേക്ക് ക്ഷണിച്ചു. അങ്ങനെ നരോത്തം പ്രഭു അവിടെ ഇസ്കോൺ അമ്പലത്തിൽ പോവുകയുണ്ടായി. എന്നിട്ട് അവിടുത്തെ ക്ലാസ് എല്ലാം കേൾക്കുകയുണ്ടായി. എന്നിട്ട് ആത്മീയമായ ക്ലാസ്, അങ്ങനെയാണ് അദ്ദേഹം ആധ്യാത്മിക ക്ലാസ് എല്ലാം കേട്ടു തുടങ്ങുന്നതും. അതോടൊപ്പം തന്നെ നാമജപം ഒക്കെ തുടങ്ങുകയുണ്ടായി. അദ്ദേഹത്തിന് താല്പര്യം കൂടി വന്നേ പിന്നെ അദ്ദേഹം 1996 ഹിസ് ഹോളിനെസ് ജയപ്രതാപ് സ്വാമി മഹാരാജിൽ നിന്നും ദീക്ഷ എടുക്കുകയുണ്ടായി. ഇപ്പോൾ ഇസ്കോൺ കൊച്ചി സെന്ററുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നിരവധി സേവകൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. അപ്പം കുറെ ഗീതാ ക്ലാസ് എടുക്കുന്നുണ്ട്. രാവിലത്തെ ജപം, നാമജപത്തിനൊക്കെ അദ്ദേഹം ദൗത്യം ഏറ്റെടുത്തിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ ഇന്നത്തെ ക്ലാസ്സിനായിട്ട് അദ്ദേഹത്തിനെ ക്ഷണിക്കുന്നു. ഹരേ കൃഷ്ണ നരോത്തം പ്രഭു. ഹരേ കൃഷ്ണ മാതാജി. ഹരിബോൾ. ഹരിബോൾ. ഹരേ കൃഷ്ണ. കേൾക്കാം പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഒന്ന് ഭഗവത്ഗീത ക്ലാസ് താല്പര്യപ്രകാരം വന്ന് കേൾക്കാൻ വന്നിട്ടുള്ള എല്ലാവരെയും വീണ്ടും ഞാൻ സ്വാഗതം ചെയ്തു കൊള്ളുന്നു. കാരണം നമ്മൾക്ക് അത്യാവശ്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഒരു മാറ്റം വരാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്മുടെ ഭഗവത്ഗീത പഠിച്ചിരിക്കണം. തീർച്ചയായും സംശയമില്ലാത്ത കാര്യം. കാരണം നമ്മൾ മാത്രമല്ല, അനവധി വലിയ സ്കോളേഴ്സ് മുതൽ ഇത് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. അപ്പൊ പിന്നെ നമ്മുടെ കാര്യം പറയണം. നമ്മളൊക്കെ അവരുടെ മുമ്പിൽ ഒന്നുമല്ല. എന്നിരുന്നാലും ഇത് അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. കാരണം ഒരു പ്രശ്നത്തിൽ വന്ന് പെട്ടുകഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ അതിനെ തരണം ചെയ്യാൻ സാധിക്കും? നമ്മൾ എന്താണ് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ആരെ ആശ്രയിക്കണം? ഇതൊക്കെയാണ് നമ്മൾ ഇതിൽ കൂടി നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ജനനം കൊണ്ടും ഇവിടെ നമുക്ക് ഒരു തരത്തിൽ നമ്മൾ ജീവിച്ചു പോകുന്നു എന്നല്ലാതെ കണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിന് ഒരു എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പൈസ ഉണ്ടാക്കണം, സുഖമായിട്ട് ജീവിക്കണം, അല്ലേ സാധാരണ പറയുന്നത്, അടിച്ചു പൊളിച്ച് നമുക്ക് ജീവിക്കണം. അതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷെ നമ്മൾ എങ്ങനെയാണ് ഇവിടെ ജന്മം കൊണ്ടത്? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ജനിച്ചത്? നമ്മുടെ ജനനത്തിന് പിന്നിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഈ ജന്മം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും? ഇതൊന്നും നമുക്കറിയില്ല. കാരണം അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശാസ്ത്രങ്ങളിൽ കൂടെ ഇതെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ ഒരു ചെവി കൊടുത്താൽ മതി ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും അതുകൊണ്ട് ഗുണമുള്ളൂ, ഒരിക്കലും ദോഷം വരാൻ പോകുന്നില്ല. ഞങ്ങളുടെ ഒരു പ്രഭുവാദ അദ്ദേഹമാണ് ഹരേ കൃഷ്ണ പ്രസ്ഥാനം സ്ഥാപിച്ചത്. നമുക്കൊക്കെ അദ്ദേഹത്തിന്റെ കൃപ കൊണ്ടാണ് നമുക്ക് ഇത് ഭഗവത്ഗീത വായിക്കാനും ഇത് മനസ്സിലാക്കാനും നമുക്ക് സാധിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് 1000 പ്രാവശ്യം നമസ്കരിച്ചാലും ചെയ്യാത്ത ഒരു കാര്യമാണ് അദ്ദേഹം നമുക്ക് വേണ്ടി ചെയ്തു വെച്ചിരിക്കുന്നത്. കാരണം നമ്മള് ഈ ലോകത്തില് നമ്മൾ എന്താ പറയാ, വളരെയധികം ഒരു ഉദ്ദേശവും കണ്ട് ഒരു തരത്തിൽ അങ്ങനെ ജീവിച്ചു പോകുന്നു എന്നല്ലാതെ കണ്ട് നമുക്കൊരു ഉദ്ദേശം, ഒരു എയിമില്ല നമ്മുടെ ജീവിതത്തിന്. അപ്പോ അതിനൊക്കെ ഒരു വഴി കാണിച്ചു തന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തിനോട് ഒരു റിപ്പോർട്ടർ ഒരു ദിവസം ചോദിച്ചു, നിങ്ങളിപ്പോ അനവധി ആൾക്കാർ നിങ്ങൾ ശിഷ്യന്മാരായിട്ട് സ്വീകരിച്ചിട്ടുണ്ട്, അവർക്ക് ഭഗവത്ഗീത, ഭാഗവതം ഇതേപോലുള്ള ശാസ്ത്രങ്ങളൊക്കെ പഠിച്ച് അതനുസരിച്ച് ജീവിക്കാൻ നിങ്ങൾ പഠിപ്പിച്ചു. അപ്പോ ഇപ്പോ റിപ്പോർട്ട് ചോദിക്കുന്നതിന് അവസാനം നിങ്ങൾ മരിച്ചു ചെല്ലുന്ന സമയത്ത് നിങ്ങൾ അവിടെ മനസ്സിലാക്കണം, ഇങ്ങനെ ഒരു ദൈവോ ഇതൊന്നും ഇല്ല, ഇങ്ങനെ ഒന്നും തന്നെ ഇല്ല. നിങ്ങൾക്ക് അത് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ചോദിക്കുന്ന റിപ്പോർട്ടർ. അപ്പോ പ്രഭുവാദ് പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്
എനിക്കൊന്നും നഷ്ടപ്പെടാനൊന്നുമില്ല. ഞാൻ നേടിയിട്ടേ ഉള്ളൂ. കാരണം അവിടെ ഇനി ഒന്നും ഇല്ലാന്ന് തന്നെ വരട്ടെ, ദൈവം ഇല്ലാന്ന് തന്നെ വരട്ടെ. ഞാൻ ഇത്രയും കാലം ഇത്രയും ശിഷ്യന്മാരെ അവർക്ക് വേണ്ട രീതിയിൽ ഉപദേശങ്ങൾ കൊടുക്കാനും അവരെ വേണ്ട രീതിയിൽ അവരുടെ ജീവിതം കെട്ടിപ്പടുക്കാനും ഞാൻ സഹായിച്ചു. എനിക്കും അതേപോലെ സന്തോഷത്തോടുകൂടി എനിക്ക് ജീവിക്കാൻ സാധിച്ചു. അത് വലിയൊരു കാര്യമല്ലേ. അതേസമയം നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ദൈവം ഉണ്ടെന്ന് നിങ്ങളിപ്പോൾ ദൈവം ഇല്ല എന്ന് പറഞ്ഞ് നടക്കുകയാണ്, അടിച്ചുപൊളിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ദൈവം ഉണ്ട്, ദൈവം നിങ്ങളെ നിങ്ങൾ ചെയ്ത കർമ്മങ്ങൾക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിന്റെ ഫലം അനുഭവിക്കേണ്ടതായിട്ട് വരും എന്ന് അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും അദ്ദേഹം ചോദിക്കുകയാണ്. ശരിയല്ലേ? നമുക്ക് ഇതിപ്പോ ഒന്നും നഷ്ടപ്പെടാനില്ല. നമ്മൾ നല്ലത് മാത്രമേ നമ്മൾ ചിന്തിക്കുന്നു, നല്ലത് മാത്രമേ നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കുന്നുള്ളൂ. അപ്പൊ ഇതിനെ ഒരിക്കലും നമ്മൾ ഒരു ജാതിയുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ മതത്തിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഒരു വർഗത്തിന്റെ അതിലൊന്നും നമ്മൾ കണക്കാക്കാതെ ഇത് അന്തസത്ത നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇതിന്റെ മീനിങ് എന്താണെന്ന് മനസ്സിലാക്കുക, ഇതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കുക. അതനുസരിച്ച് നമ്മൾ ജീവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കൊരു നല്ലൊരു ജീവിതം നമുക്ക് കെട്ടിപ്പടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. നമുക്ക് ആരെയും ഉപദ്രവിക്കുകയോ മറ്റുള്ളവരെ ദോഷിക്കുകയോ മറ്റുള്ളവർ എന്താ പറയാ ഒരു ശത്രുതാ മനോഭാവമോ ഇതൊന്നും വേണ്ട. വിനയം ആദ്യം വേണ്ടത് നമുക്ക് വിനയമാണ്. മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ നമ്മളെ കൊണ്ട് സാധിക്കുക, മറ്റുള്ളവർ പറയുന്നത് നമ്മൾ കേൾക്കാൻ ശ്രമിക്കുക, നമ്മളുടെ ആശയങ്ങളും ഇതും അടിച്ചേൽപ്പിക്കാതിരിക്കുക, അവർ പറയുന്ന എന്താ അത് കേൾക്കാൻ നമുക്ക് അവരോട് എതിർക്കാതിരിക്കാം. ഇതൊക്കെ ഇതിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഒരു ഫസ്റ്റ് ക്ലാസ് സിറ്റിസനായിട്ട് നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. അതാണ് ഈ ഭഗവത്ഗീതയെ കൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇപ്പൊ ഇവിടെ നമ്മൾ രണ്ടാമത്തെ അധ്യായത്തിലാണ്. രണ്ടാമത്തെ അധ്യായം നമുക്ക് അറിയാവുന്നതാണ്. ഇപ്പൊ 33 വരെ വായിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കി അർജുനൻ യുദ്ധം ചെയ്യാൻ തയ്യാറല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വേറെ പല പ്രശ്നങ്ങളുണ്ട്. അവിടെ അദ്ദേഹത്തിന് മുമ്പിൽ നിൽക്കുന്നത് പിതാമഹന്മാരും അച്ഛന്മാരും മുത്തശ്ശന്മാരും മക്കളും ജ്യേഷ്ഠമ്മ ഇവരൊക്കെയാണ്. ഇവരോട് യുദ്ധം ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ബോഡി ശരീരമായിട്ടുള്ള ബന്ധം നോക്കുമ്പോൾ ഒരിക്കലും യുദ്ധം ചെയ്യാൻ സാധിക്കില്ല. ഞാൻ ശരീരമല്ല എന്ന് എപ്പോഴാണോ മനസ്സിലാക്കുന്നത് അന്നേരം ഇതിന്റെ വരുംവരായ തരംതിരിവ് നമുക്ക് മനസ്സിലാക്കുള്ളൂ. അവസാനം അർജുനൻ ശ്രീകൃഷ്ണ ഭഗവാനെ ശിഷ്യനായിട്ട് സ്വീകരിച്ചു. കരിഷ്യേവജനന്തവ അങ്ങ് പറയുന്നത് ഞാൻ ചെയ്യാൻ തയ്യാറാവുന്ന അവസാനം ശിഷ്യനാവുകയാണ്. അവിടെ നിന്നാണ് ശ്രീകൃഷ്ണ ഭഗവാൻ അദ്ദേഹത്തിന് ഉപദേശങ്ങൾ കൊടുക്കുന്നതും അവിടെ വെച്ച് പുനർജന്മത്തിന്റെ കാര്യങ്ങളും അടിസ്ഥാനപരമായ വ്യത്യാസം ആത്മാവും നമ്മുടെ ശരീരം തമ്മിലുള്ള വ്യത്യാസം ഇതൊക്കെ അദ്ദേഹത്തിന് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോ 34 മുതൽ നമുക്ക് വായിക്കേണ്ടത്. ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നോട്ട് ചെയ്ത് വെക്കൂ. നമുക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. നമുക്ക് അന്നേരം ചോദ്യങ്ങൾ ചോദിച്ചാൽ നമുക്ക് അതിന് ഉത്തരം കണ്ടുപിടിക്കാം. എല്ലാം ഈ ഭഗവത്ഗീതയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഞാൻ ശ്ലോകം തുടങ്ങാം. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യം മനോഭിഷ്ടം സ്ഥാപിതം മേന ഭൂതലേ സ്വയം ഭഗവതാമൈക്യം ദാധീശ്വരദാന്തികം. ഹരേ കൃഷ്ണ. നമോ വിഷ്ണുപാദായ വിഷ്ണുപേക്ഷായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമി നാമിനെ നമസ്തേ ഗൗരവാണി പ്രജാൻ നിർവിഷയ ശൂന്യവാദി പാശ്ചാത്യദേശാരണ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗാധര ശ്രീവാസാദി ഗൗരഭക്തം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ശ്ലോകം 34. അകീർത്തിം ചാഭിഭൂതാനി കഥയിഷ്യന്തി തേവയാം സംഭാവിതസ്യ ചാകീർത്തിം മരണാദതിരുച്യതേ. ഇതിന്റെ അർത്ഥം പറയുന്നത് ജനങ്ങളെല്ലാം നിന്നെ പഴിക്കും. ഒരു മാന്യ വ്യക്തിക്ക് മരണത്തെക്കാൾ ദുസ്സഹമാണ് അപമാനം. പറയുന്നത് നമ്മുടെ ശാസ്ത്രം പറയുന്നത് ഒരു ബ്രാഹ്മണൻ ഏതെങ്കിലും കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ ബ്രാഹ്മണനെ ഈവൻ ഒരു കൊലക്കുറ്റം തന്നെ ചെയ്തു കഴിഞ്ഞാലും തീർച്ചയായിട്ടും ആ ബ്രാഹ്മണനെ നമ്മൾ ആ കാലഘട്ടം ശാസ്ത്രം പറയുന്ന ആ കാലഘട്ടങ്ങളിൽ ശിക്ഷിക്കുകയല്ല ചെയ്തിരുന്നത്. അതിന് ശിക്ഷയ്ക്ക് പകരം അദ്ദേഹത്തിനെ അപമാനപ്പെടുത്തുന്ന വെച്ച് കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഒരു മരണത്തെക്കാൾ ദുസ്സഹമാണെന്ന് പറയുന്നത്. അപമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, അദ്ദേഹത്തിന്റെ ശിഖ മുറിച്ചു കളയും. എന്താണ് ശിഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലയിലെ ഒരു മുടി വളർത്തിയിട്ട്
ഒരു കെട്ട് കെട്ടി വെക്കൂലേ, കുടുമ, ആ കുടുംബം മുറിച്ചുകൾ, അങ്ങനെയായിരുന്നു അന്നത്തെ കാലത്ത്. അപ്പോ ഇവിടെ അർജുനോട് പറയും, നീ നിന്റെ കർമ്മം ചെയ്യാതെ കണ്ട് നീ ഇരുന്നീങ്ങാൽ തീർച്ചയായിട്ടും അർജുനന് വലിയ പേരും പെരുമയും ഇതൊക്കെ ഉള്ളതാണ്, വലിയ ശക്തിയും എല്ലാ തരത്തിലും അദ്ദേഹം മാന്യനാണ്. അദ്ദേഹം ഇങ്ങനെ ഈ അദ്ദേഹത്തിന്റെ ഈ കർമ്മം ചെയ്യില്ല, ധർമ്മം ചെയ്യില്ല എന്ന് മാറി നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു അപമാനമായി തീരുന്നതാണ് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. കാരണം ആ ദുഷ്കൃതി അത് ഭയങ്കര കഷ്ടപ്പാടാണ്. ദുഷ്കൃതി മരണത്തിനേലും അപ്പുറമാണെന്നാ പറയണത്. പിന്നെ അയാൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല അർജുനൻ. അതാണ് 35 പറയുന്നത്, ഭയാദ്രണാദു ഭരതം മത്സ്യന്തേ ത്വം മഹാരഥ യേശാം ചത്വം ബഹുമതോ ഭൂത്വാ യാസ്യസി ലാഘവം. വിവർത്തനം ശീല പ്രഭാതിക്ക്, ഭയം കൊണ്ട് മാത്രമാണ് നീ യുദ്ധരംഗത്തിൽ നിന്ന് പോയതെന്ന് നിന്റെ പ്രശസ്തിയെ മാനിച്ചിരുന്ന മഹാരഥമായി വിചാരിക്കും. അങ്ങനെ അവർ നിന്നെ നിസ്സാരനായി കരുതും. അല്ലെ, യുദ്ധക്കളത്തിൽ നിന്ന് ഓടിപ്പോവാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു അപമാനമാണ്. ഇവിടെ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ, കാരണം നിന്നെ എല്ലാവരും മാനിക്കുന്ന ഒരു വ്യക്തിയാണ് നീ. അപ്പൊ ഇങ്ങനെയുള്ള നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി നീ നിന്റെ കർത്തവ്യം നിറവേറ്റാതെ നീ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാനിച്ചിരുന്ന മഹാരഥന്മാർ വിചാരിക്കും, അങ്ങനെ അവർ നിന്നെ നിസ്സാരനായി കരുതും, നിന്നെ പഴിക്കും, അപമാനിക്കും എന്നാണ് പറയുന്നത്. 36 ബഹുൻ വധിഷ്യന്തീത വാഹിത നിന്ദന്തസ്തവ സാമർഥ്യം തതോ ദുഃഖതരം നുക്കിം. വിവർത്തനം പറയുന്നത്, ശത്രുക്കൾ നിന്നെ പറ്റി പഴി പലതും പറയും, നിന്റെ കഴിവില്ലായ്മയെ പുച്ഛിക്കും, ഇതിലും ദുഃഖകരമായി നിനക്ക് എന്തുണ്ടാവാനാണ്. അല്ലെ, എന്ന് ആലോചിച്ചു. ഇത്തരത്തിലുള്ള ആൾക്കാർ നമ്മളെ കളിയാക്കാൻ വന്നു കഴിഞ്ഞാൽ, ഹരേ കൃഷ്ണ, ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നു, ആരാണാവോ. ഇങ്ങനെ നമ്മളെ ഇത്തരത്തിൽ നമ്മളെ പഴി ചാരി കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ പുച്ഛിക്കും. അല്ലെങ്കിൽ തന്നെ ചെറിയൊരു കാര്യം കൊണ്ട് നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറയാൻ നമുക്ക് സാധിക്കില്ല. അങ്ങനെയാണ് നമ്മുടെ അവസ്ഥ. കാരണം കലിയുഗമാണ്. നമ്മൾ അത് പെട്ടെന്ന് റിയാക്ട് ചെയ്യും. പിന്നെ അതിന്റെ പിന്നിൽ എന്തൊക്കെയാണ് സംഭവിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ നമ്മള് TV തുറന്നു കഴിഞ്ഞാൽ കാണുന്ന ഇതൊക്കെയാണ്. അവിടെ തല്ലിക്കൊന്നു, ഇവിടെ തല്ലിക്കൊന്നു, അവിടെ അത് ഇത്. കാരണം എന്താ? ചെറിയൊരു കാര്യമായിരിക്കും. നമ്മള് സൂക്ഷ്മമായിട്ട് ഒരാളുടെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അയാള് ഇപ്പോഴത്തെ കാലത്താണ് അയാളെ ഇടയും, അയാള് ചീത്ത പറയുന്നുള്ളതാണ്. താൻ എന്തിനോടോ നോക്കണമെന്ന് ചോദിക്കും. അവിടെ അതും മതി പ്രശ്നങ്ങൾ ഉണ്ടാവാൻ. അപ്പൊ ഇവിടെ ശത്രുക്കൾ നിന്നെ പഴി പലതും പറയും, നിന്റെ കഴിവില്ലായ്മ പുച്ഛിക്കും. കഴിവില്ലാത്തവനാണ്, എന്താണ്, ശിഖണ്ഡിയാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ നമ്മളെ പഴി ചാരാൻ സാധ്യതയുണ്ടെന്നാ പറയണേ. 37 അതോ ആപ്രാപ്സ്യസി സ്വർഗം ചിത്വാവാഭോച്ഛസേ മഹിം തസ്മാത് ഉത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃത നിശ്ചയ. വിവർത്തനം ചെയ്യുക. പ്രഭാത് കുന്തിപുത്ര, ഒന്നുകിൽ നീ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട് സ്വർഗം പോകും, അല്ലെങ്കിൽ വിജയം നേടി സാമ്രാജ്യം ഭരിക്കും. എന്തായാലും ഉറച്ച തീരുമാനമെടുത്ത് എഴുന്നേറ്റ് യുദ്ധം ചെയ്യും. അപ്പൊ പറയും, ഈ അർജുന്റെ കാര്യമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, ഞാൻ ഇതേപോലെ യുദ്ധം ചെയ്യാനൊന്നും പോകുന്നില്ലല്ലോ എന്ന് നമ്മൾ പലരും ചിന്തിക്കും. അർജുനെ പോലെയല്ലോ ഞാൻ, ഒരു സാധാരണ മനുഷ്യൻ, ഒരു ചെറിയൊരു മനുഷ്യൻ, എനിക്ക് ഇതൊക്കെ പഠിച്ചിട്ട് എനിക്ക് എന്ത് കാണും. പക്ഷെ നമ്മുടെ ജീവിതത്തിലും ഇതേപോലുള്ള ബുദ്ധിമുട്ടുകളും ഇതേപോലുള്ള ആ സന്ദർഭങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ തളരരുത്. അത് നേരിടാണ്ട് വേണ്ട ശരിയായ ചിന്താഗതി നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതേപോലെ തന്നെ ആചാര്യന്മാരെയും ഗുരുക്കന്മാരെയും അവര് പറഞ്ഞു തന്നിട്ടുള്ള വഴി നമ്മള് ഫോളോ ചെയ്യുക. അങ്ങനെ ചെയ്യണമെന്നാണ് ഇവിടെ പറയുന്നത്. ഒന്നുകിൽ നീ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. ഇവിടെ എന്തൊക്കെ അവൻ അഥവാ ഇനിയിപ്പോ യുദ്ധം ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കൊല്ലപ്പെടും, ചിലപ്പോൾ ജയിക്കും, ചിലപ്പോൾ തോൽക്കും. അത് സാധാരണയാണ്. കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ, പണ്ടൊക്കെ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് സ്വർഗത്തിൽ നേരിട്ട് പോവാന്നാ പറയണത്. കാരണം അവൻ യുദ്ധം ചെയ്യുന്നത് അവന് വേണ്ടിയിട്ടല്ല, അവന്റെ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് അവൻ യുദ്ധം ചെയ്യുന്നത്. ഒരു രാജാവിന് വേണ്ടിയിട്ട് യുദ്ധം. തീർച്ചയായിട്ടും അവന് സ്വർഗലോകം കിട്ടുന്ന പറയാം. വിജയം നീ സാമ്രാജ്യം അല്ല, നീ ജയിച്ചു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രാജ്യം കിട്ടും, അവന് ഭരിക്കാൻ സാധ്യത. രണ്ടായാലും നല്ലത് തന്നെയാണെന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് യുദ്ധം ചെയ്യാതിരിക്കുന്ന ഒരു അർത്ഥമില്ല എന്നാണ് പറയുന്നത്. 38 സുഖ ദുഃഖേശമേ കൃത്വ ലാഭാലാഭോ ജയോ തതോ യുദ്ധായ യുദ്ധസ്വ നൈവം ഭാവമാവാപ്സ്യസി. വിവർത്തനം പറയുന്ന, യുദ്ധത്തിന് വേണ്ടി മാത്രം നീ യുദ്ധം ചെയ്യുക. ഫലം സന്തുഷ്ടയോ സന്താപമോ നഷ്ടമോ ലാഭമോ ജയമോ തോൽവി എന്നതിനെ കുറിച്ച് ഓർക്കരുത്, എന്നാൽ നിനക്ക് ഒരിക്കലും പാപമേൽക്കില്ല. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് ഡു യുവർ ഡ്യൂട്ടി എന്നാണ്. നമ്മൾ ചെയ്യേണ്ട കർമ്മം നമ്മൾ ചെയ്തിരിക്കണം.
അത് എന്ത് തന്നെയായാലും മറ്റുള്ളവരുടെ കർമ്മം ചെയ്യാതെ നമ്മൾ നമ്മുടെ കർമ്മം ചെയ്യാൻ ശ്രമിക്കാം. മറ്റുള്ളവരുടെ കർമ്മം തെറ്റില്ലാതെ വളരെ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്താലും ശരി, നമ്മുടെ കർമ്മം ചെയ്യാതിരിക്കുന്നതാണ് നമുക്ക് ദോഷം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ചെയ്യുന്ന കർമ്മം അല്പം സ്വല്പം തെറ്റുണ്ടെങ്കിൽ തന്നെയും നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കർമ്മം, നമ്മുടെ ധർമ്മമാണ് നമ്മൾ ചെയ്യേണ്ടത്. യുദ്ധത്തിന് വേണ്ടി യുദ്ധം ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ യുദ്ധത്തിന് വേണ്ടി യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. അവിടെ എനിക്ക് ലാഭം കിട്ടുമോ, ഞാൻ തോൽക്കുമോ, ഞാൻ ജയിക്കുമോ, എന്റെ മക്കള്, ഭാര്യ, എന്റെ വീട്, എന്റെ കുടുംബം, ഇതൊന്നും അല്ല അവിടെ ചിന്ത. യുദ്ധം ചെയ്യാൻ വന്നിരിക്കണെന്തിനാ? നമ്മൾ ഒരുങ്ങിയാണ് വന്നേ യുദ്ധം ചെയ്യാന്നുള്ളതാണ്. പിന്നെ അതിന് അപ്പുറം ഇപ്പുറം നോക്കേണ്ട കാര്യം ഒരു യുദ്ധം ചെയ്യാന്നുള്ളതാണ്. അവിടെ നമ്മൾ ബാലിഷ്യമായിട്ട് വേറെ എന്തെങ്കിലും നമ്മളെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് യുദ്ധം ചെയ്യാൻ സാധിക്കില്ല. മനസ്സിലായോ? അതാണ് നമുക്ക് പറഞ്ഞു തരുന്നൊരു പാഠം. നമ്മൾ ചെയ്യേണ്ട കർമ്മം നമ്മൾ ചെയ്യുക. അവിടെ നമ്മൾ മറ്റുള്ള ചിന്തകളും നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാതെ ഇരുന്നാൽ അതിന്റെ പ്രത്യാഘാതം നമ്മൾ തന്നെ അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതിന് വഴി കൊടുക്കാതെ കണ്ട് മനസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചഞ്ചലമാണ്, എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കൺട്രോൾ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ട്. അർജുനൻ പറയുന്നുണ്ട് ശ്രീകൃഷ്ണ ഭഗവാനോട്, കൃഷ്ണ, നീ പല കാര്യങ്ങളും എനിക്ക് മനസ്സിലാക്കി തന്നു, പക്ഷെ ഒരു കാര്യം എന്റെ മനസ്സിനെ എനിക്ക് പിടിച്ചു നിർത്താൻ സാധിക്കുന്നില്ല. ഞാൻ വേണമെങ്കിൽ കൊടുങ്കാറ്റിനെ പിടിച്ചു നിർത്താം, പക്ഷെ എന്റെ മനസ്സിനെ നിർത്താൻ പറ്റണില്ല എന്നാ പറയണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സ് അങ്ങനെയാണ്, ചഞ്ചലമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കും. ഒരു നിമിഷം കെട്ടിക്കഴിഞ്ഞാൽ മനസ്സ് അതിന്റെ പിന്നാലെ അപ്പുറം പോകും. അപ്പൊ ഇതിനെന്താ വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്ത് ശീലിക്കുകയാണ്. അത് തുടർന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പൊ അത് കൃഷ്ണൻ ഭഗവാൻ അദ്ദേഹത്തിനെ ഉപദേശിക്കുന്ന അതാണ്, നീ ചെയ്യേണ്ട കർമ്മങ്ങൾ നീ ശ്രദ്ധയോടുകൂടി നീ ചെയ്യുക. നിനക്ക് പ്രാക്ടീസ് കൊണ്ട് നിന്റെ ആ ബുദ്ധി വൈഭവം വീണ്ടെടുക്കാൻ നിനക്ക് സാധിക്കുന്ന പറയണേ. യുദ്ധത്തിന് വേണ്ടി മാത്രം യുദ്ധം ചെയ്യുക. ഫലം സന്തുഷ്ടിയോ സന്താപമോ നഷ്ടമോ ലാഭമോ ജയമോ തോൽവിയോ എന്ത് തന്നെയായാലും അത് നമ്മളെ ബാധിക്കുന്നതല്ല എന്നാണ് പറയുന്നത്. കാരണം ചെയ്യാൻ അത് വരാനുള്ള വരും. ആഗമാ പായിനോ നിത്യാസ്, വരുന്നത് വരും, പോകും. അതിനെപ്പറ്റി നീ ചെയ്യേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ നീ വന്നു നിൽക്കുന്നത് യുദ്ധം ചെയ്യാനാണ്. പിന്നെ അപ്പുറം ഇപ്പുറം ചിന്തിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അങ്ങനെ വരുമ്പോ നമുക്ക് പേടിയായി, പിന്നെ നമുക്ക് യുദ്ധം ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയാം. അടുത്തത് മുപ്പത്തൊമ്പതാണ് പറയണത്. ഏഷാ ദേവൈദാശാങ്കേ ബുദ്ധിയോഗാത്യുമാശ്രണോ ബുദ്ധ്യാ യുക്തോ യയാ ഭാർത്ത കർമ്മബന്ധം വിവർത്തനം ശീല പ്രഭാതിക്ക്. ഇതുവരെ അപഗ്രഥനാത്മകമായ പഠനത്തിലൂടെ ആ ജ്ഞാനത്തെ പറ്റി നിനക്ക് ഞാൻ വിവരിച്ചു തന്നു. ഫലാസക്തി ഇല്ലാത്ത കർമ്മം ചെയ്യുന്നതിനെ പറ്റി ഇനി വിവരിക്കുന്നത് കേൾക്കൂ. അല്ലയോ പാർത്ഥ, ഇതറിഞ്ഞ് പ്രവർത്തിച്ചാൽ നിനക്ക് കർമ്മബന്ധനങ്ങളിൽ നിന്നും മുക്തനാകാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്, 1 second പ്ലീസ്. ഹരേ കൃഷ്ണ. 39. ഏഷാ ദേവ്യഹിതാശാങ്കേ ബുദ്ധിയോഗാത്യുമാശ്രണോ ബുദ്ധ്യാ യുക്തോയ യാ പാർത്ഥ കർമ്മബന്ധ പ്രഹാസ്യസി. പറയുന്നത് ഇതുവരെ അപഗ്രഥനാത്മകമായ പഠനത്തിലൂടെ ആ ജ്ഞാനത്തെ പറ്റി എനിക്ക് ഞാൻ വിവരിച്ചു തന്നു. ഫലാസക്തി ഇല്ലാത്ത കർമ്മം ചെയ്യുന്നതിനെ പറ്റി ഇനി വിവരിക്കുന്നത് കേൾക്കൂ. അല്ലയോ പാർത്ഥ, ഇതറിഞ്ഞ് പ്രവർത്തിച്ചാൽ നിനക്ക്. ക്ലാസ് ഉണ്ടായിരുന്നു, ഞാൻ മറന്നു. ഹരേ കൃഷ്ണ. അപ്പൊ ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് ഈ ശാസ്ത്രത്തിൽ കൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരിക്കലും 9:27 ഹരേ കൃഷ്ണ. ഇത് ഒരു ശ്ലോകം ഞാൻ ഈ ഭഗവത്ഗീതയിലുള്ളത് തന്നെയാണ്. യത് കരോഷി യദർശനാശി യജ്ജുഘോഷി തദാസിയത് യത് തപസ്യസി കൗന്ദേയ തത് പുരുഷമതർപ്പണം. നീ എന്ത് ചെയ്യുന്നുവോ, എന്ത് നിവേദിക്കുന്നുവോ, ഭക്ഷിക്കുന്നുവോ, എന്ത് ദാനം ചെയ്യുന്നുവോ, എന്ത് തപശ്ചര്യകൾ അനുഷ്ഠിക്കുന്നുവോ, കുന്തിപ്പോ അതെല്ലാം എനിക്കായി അർപ്പിച്ചുകൊണ്ട് ചെയ്യുക. ഇതാണ് പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ നമ്മള്
ഭക്ഷണം കഴിക്കാനും ഭഗവാൻ ഓർത്തുകൊണ്ട് ഭക്ഷണം കഴിക്കുക, യുദ്ധം ചെയ്യാനും ഭഗവാൻ ഓർത്തുകൊണ്ട് യുദ്ധം ചെയ്യുക, പരീക്ഷ എഴുതണമെങ്കിൽ ഭഗവാൻ ഓർത്തുകൊണ്ട് ചെയ്യുക. എന്ത് കർമ്മം ചെയ്താലും നമ്മൾ ഭഗവാൻ ഓർത്തുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് 100% അതിന്റെ ഫലം നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. മനസ്സിലായോ? അത് ഒരുപക്ഷെ പാപകർമാവും പുണ്യകർമാവും. പാപം ചെയ്ത് കഴിഞ്ഞാൽ പാപകർമ്മം അത് അങ്ങനെ അനുഭവിക്കേണ്ടായിരുന്നു. മനസ്സിലായോ? അപ്പോ എന്ത് തന്നെ ആയാലും നമുക്ക് ഭഗവാനെ നമുക്കൊന്നും ചെയ്യാനില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഈ ചെയ്യിക്കുന്ന നമ്മുടെ പ്രകൃതിയാണ്. ഈ സത്വഗുണം, രജോഗുണം, തമോഗുണം നമ്മൾ ഇത് പ്രേരിപ്പിക്കുന്നത്. ഈ പ്രകൃതിയാണ് നമ്മളെ പ്രേരിപ്പിക്കുന്നത് ചെയ്യാനായിട്ട്. അപ്പൊ അതൊരു തവണ നമുക്ക് ഭഗവാനെ അർപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫലം, അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്ത് വരും, അത് അനുഭവിക്കാൻ വേണ്ടി വീണ്ടും നമുക്ക് ജന്മം എടുക്കേണ്ടതായിട്ട് വരും. ആ ജന്മം എടുക്കുന്ന കഴിഞ്ഞാൽ ഈ ജന്മം മരണ ചക്രത്തിൽ വീണ്ടും 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 ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന് ഫലം ഇച്ഛിക്കാതെ, യാതൊന്നും ഇച്ഛിക്കാതെ, ഇത് എന്റെ ഡ്യൂട്ടിയാണ്, ഞാൻ ചെയ്യുന്നു, ഫലം വന്നോട്ടെ, ഫലം വരാതിരിക്കാതെ നമ്മുടെ കർത്തവ്യമല്ല എന്നാണ് ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിനോടും കൂടുതൽ ആസക്തി നമുക്ക് ഉണ്ടാവില്ല. ആഗ്രഹങ്ങള്, ദുരാഗ്രഹങ്ങൾ ഉണ്ടാവില്ല. ഒന്നിനോടും ആസക്തി ഉണ്ടാവില്ല. ഓ ഇത് ചെയ്യണോ, ഇത് ഞാൻ ചെയ്യാം, ഇത് എന്റെ കർമ്മമാണ്, ഞാനത് ചെയ്തിരിക്കും. ഓ ഇങ്ങനെ ഒരു സാധനം എനിക്ക് കിട്ടിയോ, ഓക്കെ, ഇത് ഞാൻ ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടി, ഭഗവാനെ സേവിക്കാൻ വേണ്ടി ഞാൻ ഈ സാധനം ഉപയോഗിക്കുന്നു. കാരണം ആ സാധനം നമ്മൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്, നമ്മളാണ് അനുഭവിക്കുന്നത്. എന്നിരുന്നാലും നമ്മുടെ ചിന്താഗതി അങ്ങനെ ആയിരിക്കണം. ഇത് ഞാൻ ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടി, ഭഗവാന്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ ഈ സാധനം ഉപയോഗിക്കുന്നു. ഇപ്പോ നമ്മള് ഒരു കാര്യം, നമുക്ക് രാവിലെ എണീറ്റ് നമ്മളൊരു പായസം ഉണ്ടാക്കി വെച്ചോളൂ. പായസം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഭഗവാന് നിവേദിക്കും. ഭഗവാൻ ആ പായസം ഭഗവാന് നിവേദിച്ചു കഴിഞ്ഞാൽ അത് പ്രസാദമായി. ആ പ്രസാദം നമ്മൾ കഴിക്കണം. ആക്ച്വലി നമ്മൾ ഈ പായസം കഴിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഉണ്ടാക്കിയതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഭഗവാന് നിവേദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയത്. നമ്മൾ കഴിക്കുന്നു, ഓക്കെ, അത് ശരിയാണ്. അപ്പോ നമുക്ക് രണ്ട് തരത്തിലാണ് ലാഭം. അത് കഴിക്കാനും സാധിച്ചു, അത് പ്രസാദമായിട്ട് കഴിക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ്. മറ്റുള്ള കുറെ മതസ്ഥർ ഇവരൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചില സാധനങ്ങൾ അവർ ഉപയോഗിക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവരുടെ മതം വർജിക്കുന്നു, അത് കഴിക്കാൻ പാടില്ല എന്ന് ചെയ്യാം. പക്ഷെ നമ്മൾ അങ്ങനെയല്ല, എന്തും നമ്മൾ ഉപയോഗിക്കും, എന്തും നമുക്ക് കഴിക്കാവുന്നതും ഉപയോഗിക്കാവുന്നതാണെങ്കിൽ നമ്മൾ അത് തീർച്ചയായും ഭഗവാന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ട് അതിന്റെ ഫലം നമ്മൾ അനുഭവിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? അങ്ങനെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്യൂരിഫൈ ആവും. എന്ത് തന്നെ ചെയ്താൽ അത് പ്യൂരിഫൈ ആയിരുന്നുള്ളതാണ്. ശ്ലോകം 40. നേഹാഭിക്രമനായ സ്വസ്തി പ്രത്യവായോ ന വിദ്യതേ സ്വല്പം അപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹദോഭയാ. നഷ്ടമോ ലോപമോ ഈ ഉദ്യമത്തിനില്ല. ഈ വഴിക്കുള്ള ചെറിയൊരു മുന്നേറ്റവും ഭയാവഹം എന്ന് രക്ഷ നൽകുന്നു. നമുക്ക് ആകെയുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ എന്ത് സംഭവിക്കും, നാളെ എനിക്ക് എന്തായിരിക്കും, നാളത്തെ ഭയമാണ്. നാളെ പറ്റിയാണ് നമുക്ക് ഭയം. കഴിഞ്ഞതിനെ പറ്റി ദുഃഖമുണ്ട്, ഇപ്പൊ ചെയ്യുന്നതിനും നമുക്ക് ടെൻഷനുണ്ട്, വരാൻ പോകുന്നതിനെ പറ്റി നമുക്ക് ഭയങ്കര ഭയമാണ്. കാരണം വെച്ചാൽ എന്ത് സംഭവിക്കും, നമുക്ക് എന്റെ കൺട്രോളിലല്ല ഇനി വരാൻ പോകുന്നതൊക്കെ തന്നെ എന്നുള്ള ഒരു ധാരണ നമുക്കുണ്ട്. പക്ഷെ ആ ഭയത്തിൽ നിന്ന് നമ്മൾ രക്ഷ നേടാനായിട്ട് പറയുന്നത് നഷ്ടമോ ലോപമോ ഈ ഉദ്യമത്തിനില്ല. ഈ വഴിക്കുള്ള ചെറിയൊരു മുന്നേറ്റവും ഭയാവഹത്തിൽ നിന്ന് രക്ഷ നൽകും. നമ്മൾ ചെയ്യേണ്ടതായിട്ട് ചെറിയൊരു കാര്യമാണെങ്കിലും അത് നമ്മളെ ഭയത്തിൽ നിന്ന് നമ്മളെ ഭഗവാൻ സംരക്ഷണം തരും എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. 41. വ്യവസായാത്മിക ബുദ്ധി ഏകേഹ കുരു നന്ദന ബഹുശാഖാഹ്യനന്ദശ ബുദ്ധയോ വ്യവസായിനാം. ഈ വഴിക്ക് ഈ വഴിക്ക് പോകുന്നവർ നിശ്ചയദാർഢ്യമുള്ളവരാണ്. ലക്ഷ്യവും ഒന്നു മാത്രം, കുരുനന്ദന, ദൃഢനിശ്ചയമില്ലാത്തവരുടെ ബുദ്ധിയാകട്ടെ പല ശാഖകളോട് കൂടിയതാണ്. അല്ലാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. പല വഴികളും നമുക്കത് കാണാം. ഏത് വഴിക്ക് പോയാലും ശരിയാവാന്ന് നമുക്കറിയില്ല. ഇതങ്ങനെയല്ല. ഇത് നമ്മൾ ഇങ്ങനെ ഈ ശാസ്ത്രം തുടർന്നുകൊണ്ട് പോവുകയാണെങ്കിൽ നമ്മളുടെ വഴി ക്ലിയർ ആയിരിക്കും. നമുക്ക് വേണ്ട വഴിക്ക് നമുക്ക് പോകാൻ സാധിക്കുന്നുള്ളതാണ്. മറ്റതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യണോ വേണ്ട, അത് ആ വഴിക്ക് പോകണോ ഈ വഴിക്ക് പോകണോ, ഇതാണോ ശരി അതാണോ ശരി, ഇതാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. ഇതങ്ങനെ വരില്ല എന്ന്. ഒരു വഴിക്ക് പോകുന്നവർ നിശ്ചയദാർഢ്യമുള്ളവരാണ്. ഈ വഴിക്ക് ലക്ഷ്യവും ഒന്ന് തന്നെ. ലക്ഷ്യം എന്താണ്? എനിക്ക് ഭഗവത് പ്രേമം കിട്ടണം, ഭഗവാനെ തൃപ്തിപ്പെടുത്തണം, ഭഗവാന്റെ ഭക്തനാവണം. അതാണ് എന്റെ ഉദ്ദേശം. ഗുരുനന്ദന ദൃഢനിശ്ചയമില്ലാത്തവരുടെ ബുദ്ധിയാകട്ടെ പല നിശ്ചയം, ഡിറ്റർമിനേഷൻ വേണം. ഞാൻ ഇത് ചെയ്തിരിക്കും, ഞാൻ ഭഗവാന് വേണ്ടിയിട്ടാണ് ചെയ്തത്, എനിക്ക് വേണ്ടിയിട്ട്, എന്റെ ആഗ്രഹത്തിന് വേണ്ടിയിട്ടല്ല, എന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടല്ല. പക്ഷെ ഇതൊക്കെ നമുക്ക് നേടാനും നമ്മളെ കൊണ്ട് സാധിക്കും. അതാണ് പറയുന്നത്.
ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതുകൊണ്ട് നമുക്ക് ഇതെല്ലാം നേടിയെടുക്കാനും നമ്മളെ കൊണ്ട് സാധിക്കുന്നതാണ്. 42-43 യാമേ മാം പുഷ്പിതാം വാചകവിഭക്ഷിതാം കാമാത്മന സ്വർഗപരം ജന്മകർമ്മ ഫലപ്രദം ക്രിയാവിശേഷാം ബഹുളം ഭോഗൈശ്വര്യഗതിം പ്രതി. വിവർത്തനം പറയുന്നത്, സ്വർഗലോക പ്രാപ്തി, ധന്യമായ പുനർജന്മ പ്രഭാവം എന്നിവയ്ക്ക് വേണ്ടി വിവിധ കർമ്മങ്ങൾ ഫലാപേക്ഷയോടെ ചെയ്യാൻ നിർദ്ദേശിക്കുന്ന വേദസൂത്രങ്ങളാൽ അല്പബുദ്ധികൾ അത്യന്തം ആസക്തരാകുന്നു. മനസ്സിലാക്കിക്കോളൂ. ഇന്ദ്രിയ സുഖപൂർത്തിയെയും ഐശ്വര്യ ജീവിതത്തെയും ആഗ്രഹിക്കുന്ന അവർ അവയേക്കാൾ ഉത്കൃഷ്ടമായ ഒന്നുമില്ലെന്ന് വാദിക്കുന്നു. ഇതെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മള് സരസ്വതി പൂജയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം? അല്ല, വിദ്യ കിട്ടാനായിട്ട് സരസ്വതി പൂജ നടത്തും. വിഘ്നങ്ങൾ മാറാനായിട്ട് നമ്മൾ ഗണപതി ഹോമം നടത്തും. അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാനാണെങ്കിൽ പുരുഷ സൂക്തം വെച്ചിട്ട് അഭിഷേകം ചെയ്യും, അല്ലെങ്കിൽ പുഷ്പാഞ്ജലി നടത്തും. ഇതൊക്കെ എന്തിനാ ഇതിന് ചില ഫലങ്ങൾ ഈ നമ്മുടെ ശാസ്ത്രങ്ങളിൽ ഭാഗവതായാലും ഇതിലൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളെ കുറേം കൂടി മുന്നോട്ട് ഭക്തിയിലും പുരോഗമിച്ച ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതല്ല, അതിന് താഴെയുള്ളവർക്കാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇതിലെ മുന്നോട്ട് വരാനായിട്ടുള്ള ഒരു വഴിയാണ് ഇതൊക്കെ കാണിച്ചു കൊടുക്കുന്നത്. പെട്ടെന്ന് നിങ്ങൾ ഇത് ചെയ്തോളൂ, ഇത് 16 റൗണ്ട് നാമം ചോദിക്കൂ, ഭാഗവതം പഠിക്കൂ, അങ്ങനെ ഫോഴ്സ് ചെയ്ത് ഒരാളെ എന്തെങ്കിലും പഠിപ്പിക്കാൻ പറ്റില്ല. അപ്പോ നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറയുന്നത് ആദ്യം നാമം ചോദിക്കുക, ആദ്യം നമസ്കരിക്കുക, ഇങ്ങനെ തന്നെ ചില വഴികളുണ്ട്. അതേപോലെ നമ്മളുടെ ഇഷ്ടപ്രകാരമുള്ള ഇഷ്ടദേവതകളുണ്ട്, അവരെ പൂജിച്ച് ഇന്ന കാര്യങ്ങൾക്ക് അത് നേടാൻ സാധിക്കും. പക്ഷെ ഇതിൽ നമ്മൾ കുടുങ്ങിപ്പോരുന്ന, അവിടെ കൊണ്ട് നിൽക്കരുതെന്നാണ് പറയുന്നത്. അവിടെ ആ സരസ്വതി പൂജയും ചെയ്തുകൊണ്ട് അവിടെ മാത്രം സരസ്വതിയാണ് എല്ലാം, സരസ്വതിയാണ് ഭഗവാൻ, ഭഗവതി, അങ്ങനെ നിൽക്കല്ല വേണ്ട. അതൊരു ഉപായം മാത്രമാണ്. അത് നമുക്ക് മുന്നോട്ട് പോകാൻ, ഭക്തിപരമായിട്ട് മുന്നോട്ട് പോകാനുള്ള ചില ഉപാധികൾ പറഞ്ഞു തന്നിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ തന്നെ കുടുങ്ങി നിൽക്കാതെ മുന്നോട്ട് പോയിരിക്കാം. ഈ പറയുന്ന ഉപദേവതകളൊക്കെ ഭഗവാന്റെ അംശാംശങ്ങളാണ്, ഭഗവാന്റെ ഓരോ അംഗങ്ങളായിരിക്കാം. ചിലപ്പോൾ അവരിൽ നിന്ന് പ്രീതി നമുക്ക് നേടാൻ ഇതേപോലുള്ള കാര്യങ്ങൾ ചെയ്താൽ സാധിക്കും. പക്ഷെ എന്ത് വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ടെമ്പററി ആയിരിക്കും, സ്ഥിരം ഉണ്ടായില്ല. നമ്മളൊരു ഗണോദ്യമം നടത്തി നമുക്ക് നമ്മുടെ വിഘ്നേശ്വരനെ തൃപ്തിപ്പെടുത്തി അതിൽ നിന്ന് എന്തെങ്കിലും ഫലം കിട്ടിയാൽ തീർച്ചയായിട്ടും അത് നല്ല കാര്യമാണ്, തീർച്ചയായിട്ടും നല്ലതാണ്. പക്ഷെ അതൊന്നും ശാശ്വതമായിരിക്കില്ല എന്നുള്ളതാണ്. ശാശ്വതമാണെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാനെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്നത് 33 കോടി ദേവന്മാരും സന്തോഷിക്കുന്നതാണ്. അവരെല്ലാവരും സന്തോഷിക്കും. നമുക്ക് അതനുസരിച്ചുള്ള അനുഗ്രഹം അവിടെ നിന്ന് കിട്ടും. അപ്പൊ നമുക്ക് അത് തീർച്ചയായിട്ടും ശാശ്വതമായിരിക്കും. അപ്പൊ അവരെ മറ്റുള്ളവരെ പൂജിക്കേണ്ടെന്നോ പൂജിച്ചോളൂ, ആദരിക്കല് നമുക്ക് ഭഗവാനെ മാത്രം മതി. ആദരിക്കാന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യം. അത് ശ്രീകൃഷ്ണ ഭഗവാനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ മറ്റതൊക്കെ ചെയ്യുന്നെന്ന് വെച്ചാൽ തെറ്റില്ല, പക്ഷെ നമുക്ക് നമ്മളുടെ വഴിയും ശ്രീകൃഷ്ണ ഭഗവാനാണ്. ശ്രീകൃഷ്ണ ഭഗവാനെ പറ്റി കൂടുതൽ പറയാനായിട്ട് നമുക്ക് സന്ദർഭം വരുന്നുണ്ട്. അന്നേരം നമുക്ക് പറയാം. നമുക്കിപ്പോ ഇവിടെ മുന്നോട്ട് ഈ 10-20 ശ്ലോകങ്ങൾ നമുക്ക് പറഞ്ഞു തന്നുണ്ടല്ലോ, അത് നമ്മൾ പഠിക്കാൻ ശ്രമിക്കാം. ഇപ്പൊ സ്വർഗലോക പ്രാപ്തി, ധന്യമായ പുനർജന്മ പ്രഭാവം എന്നിവ, ഇവയ്ക്ക് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ നമ്മൾ ശാസ്ത്രത്തിൽ കൂടി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ നേടാൻ സാധിക്കും. ഓക്കെ, തീർച്ചയായിട്ടും നേടാൻ സാധിക്കും. വിവിധ കർമ്മങ്ങൾ ഫലേച്ഛയോടെ ചെയ്യാൻ നിർദ്ദേശിക്കുന്ന വേദസൂക്തങ്ങളാൽ അല്പബുദ്ധികൾ എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഉയർന്നു വരുന്നേ ഉള്ളൂ. ആ അത്യന്ത കൂടുതൽ ആസക്തി അതിലാണ്, അല്ലെ? നമ്മളിപ്പോ ഓരോ ദേവന്മാരും ഇപ്പൊ ശിവനെ പ്രീതിപ്പെടുത്തുക കഴിഞ്ഞാൽ അശുതോഷം എന്നാ പറയുന്നത്, പെട്ടെന്ന് പ്രസാദിക്കുന്നതാണ് ശിവൻ. മനസ്സിലായോ? അപ്പോ നമ്മൾ എന്താ ചെയ്യുന്നത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശിവനാണ് ഏറ്റവും, അദ്ദേഹമാണ് ഭഗവാൻ വിചാരിച്ച് അദ്ദേഹത്തിനെ പൂജിച്ചുകൊണ്ടിരിക്കും. ആയിക്കോട്ടെ, തെറ്റില്ല. പക്ഷെ മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇന്ദ്രിയ സുഖ പൂർത്തിക്കും ഐശ്വര്യ ജീവിതത്തെയും ആഗ്രഹിക്കുന്നവർ അവയേക്കാൾ ഉത്കൃഷ്ടമായ ഒന്നുമില്ലെന്ന് വാദിക്കുന്നു. അത് അവരുടെ സ്വഭാവമാണ്. അത് കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ അതിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. 46 യാവാൻ അർത്ഥ സർവത്ര സംപ്ലബോധകേ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാനത. വിവർത്തനം പറയുന്നത്, ഒരു കൊച്ചു കിണർ കൊണ്ട് നിറവേറ്റാൻ സാധിക്കുന്ന ആവശ്യമെല്ലാം വലിയൊരു ജനസംഭരണി കൊണ്ട് നിർവഹിക്കാം. അതുപോലെ വേദങ്ങളാൽ ഉദ്ദിഷ്ടമായതെന്തും അവയുടെ ഉൾപ്പെടെ അറിയുന്നത് കൊണ്ട് നേടാവുന്നതാണ്. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ചെറിയൊരു
ഒരു കുളം കൊണ്ടോ അല്ലെങ്കിൽ ഒരു കിണർ കൊണ്ടോ നമുക്ക് നേടാവുന്ന എല്ലാം തന്നെ നമുക്ക് ഒരു പുഴയോ അല്ലെങ്കിൽ അതേപോലെയുള്ള വലിയൊരു തടാകോ ഇതിൽ നിന്ന് നമുക്ക് നേടാൻ സാധിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് അതിന്റെ സ്വഭാവം രണ്ടും ഒന്ന് തന്നെയാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഒരു കൊച്ചു കിണർ കൊണ്ട് നിറവേറ്റാൻ സാധിക്കുന്ന ആവശ്യമെല്ലാം ഒരു വലിയ സംഭരണി കൊണ്ട് നിർവഹിക്കാം. ഇപ്പൊ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഉപദൈവങ്ങളെ പ്രീതിപ്പെടുത്താം, അതിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ നേടാൻ സാധിക്കും. പക്ഷേ അതിന് പകരം ശ്രീകൃഷ്ണ ഭഗവാനായിട്ടുള്ള ആ വലിയ തടാകം അദ്ദേഹത്തിന് പ്രീതിപ്പെടുത്തുകയാണെങ്കിൽ എല്ലാവരും തന്നെ തൃപ്തിപ്പെട്ടു എന്നാണ് പറയുന്നത്. വേദങ്ങളിൽ ഉദ്ദിഷ്ടമായത് എന്തും അവയുടെ ഉൾപ്പൊരുൾ അറിയുന്നതുകൊണ്ട് നമുക്ക് നേടാവുന്നതാണെന്നാണ് പറയണം. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ സുപ്രീം ആയിട്ടുള്ള ആരെയാണോ അദ്ദേഹത്തെ പ്രീതിപ്പെടുത്തുക. സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് എന്ന് ശ്രീകൃഷ്ണ ഭഗവാനാണ്. അദ്ദേഹത്തിനെ പ്രീതിപ്പെടുത്തിയ ഈ 33 കോടി ദേവതകളും നമ്മളെ അനുഗ്രഹിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്തത് 47. കർമ്മണ്യേവാധികാരസ്യ മാ ഫലേഷു കദാചന മാ കർമ്മഫലഹേതുർഭൂ മാതേ സാംഗസ്വ കർമ്മണി. വിവർത്തനം ശീലപ്രഭാതി. സ്വന്തം നിയതകർമ്മം നിർവഹിക്കാനേ നിനക്ക് അധികാരമുള്ളൂ. കർമ്മഫലങ്ങളിൽ യാതൊരുവിധ അധികാരവുമില്ല. കർമ്മത്തിൽ നിന്നുളവാകുന്ന ഫലങ്ങളുടെ ഹേതു താനാണെന്ന് കരുതേണ്ട. സ്വകർത്തവ്യം അനുഷ്ഠിക്കാതെ ഒഴിയാൻ ആഗ്രഹിക്കുമരുത്. ഈ ശ്ലോകം എന്ന് പറയുന്നത് കർമ്മണ്യേവാധികാരസ്യ മാ ഫലേഷു കദാചന മാ കർമ്മഫലഹേതുർഭൂ മാതേ സാംഗസ്വ കർമ്മ. വലിയൊരു പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് അധികാരം നമ്മളെ കർമ്മം ചെയ്യാന്നുള്ളതാണ്. കർമ്മം ചെയ്യാനുള്ള അധികാരം നമുക്കുള്ളൂ. സ്വന്തം നിയതകർമ്മം നിർവഹിക്കാനേ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. അതിൽ നിന്നുള്ള കർമ്മഫലങ്ങളെ പറ്റിയൊന്നും നമ്മൾ ചിന്തിക്കണം. അത് ചിന്തിക്കാനുള്ള അവകാശം നമുക്കില്ല എന്ന് പറയുന്നത്. അതിൽ നിന്ന് വരേണ്ടത് തന്നെ അത് വന്നോളും. അതേപോലത്തെ ഈ ചെയ്തിട്ട് അതിന്റെ കർമ്മത്തിന്റെ ഫലം കിട്ടുന്നത് ഞാനാണ് അതിന് കാരണക്കാരൻ. ഞാനാന്ന് വിചാരിക്കേണ്ട, ഞാനല്ല. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളെ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, പ്രകൃതിയുടെ 3 ഗുണങ്ങളാണ് നമ്മളെ ഇതൊക്കെ ചെയ്യിക്കുന്നത്. അപ്പൊ ചെയ്യിക്കുന്ന ആരാണ്? അതാണ്. ഏതു താനാണെന്ന് കാണാം. സ്വകർത്തവ്യം എന്നാ വേണ്ട. ഇപ്പൊ നമ്മൾ വിചാരിക്കും നമ്മൾ ഈ കർമ്മങ്ങൾ ചെയ്താലേ നമുക്ക് ഫലമുള്ളൂ. കർമ്മം ചെയ്യാതെ നമുക്ക് ഇതിനെ രക്ഷപ്പെടാൻ പറ്റുമോ? അതില്ല. പറയുന്നത് എവിടെ ചെയ്യാൻ അനുഷ്ഠിക്കാതെ ഒഴിയാൻ ആഗ്രഹിക്കുമോ? നമുക്ക് കർമ്മം ചെയ്യാതെ ജീവിക്കാൻ പറ്റുമോ? ഈ ഭൗതിക ലോകത്തെ നമുക്ക് കർമ്മം ചെയ്യാതെ എങ്ങനെയെങ്കിലും ജീവിക്കാൻ പറ്റൂല. എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ കർമ്മം ചെയ്യണം. കർമ്മം ചെയ്യുന്നത് നമുക്ക് ഭഗവാന് വേണ്ടിയിട്ടാണെന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ, ഭഗവാന് വേണ്ടി സമർപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ അപാകതകളൊന്നും നമ്മളെ ബാധിക്കില്ല എന്നുള്ളതാണ്. നമുക്ക് ജീവിതം മുന്നോട്ട് പോകാൻ വേണ്ട എല്ലാം തന്നെ നമുക്ക് കിട്ടിയിരിക്കും. പക്ഷെ അതിനൊരു ഇതുണ്ട്. അനന്യ ചിന്തയും തോമ യേജന പരുപാസേ യേശാം നിത്യാദിയുക്താനം യോഗക്ഷേമം വഹാമ്യവം. നമ്മുടെ LICയുടെ ഇതാണ് ക്യാപ്ഷനാണ്, യോഗക്ഷേമം വഹാമ്യവം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ചിന്തകളൊന്നും ഇല്ലാതെ കൊണ്ട് അനന്യ ചിന്തയും യേജന പരുപതി സന്തോഷമായിട്ട് സുഖമായിട്ട് നിങ്ങൾ ഭഗവാനെ പ്രീതിപ്പെടുത്തുകയാണെങ്കിൽ, ശേഷം സതത ചെയ്യുകയാണെങ്കിൽ നിനക്ക് വേണ്ടത് ഞാൻ തരും, നിന്നിലുള്ളത് ഞാൻ സംരക്ഷിക്കുകയും ചെയ്യും, അതിനെപ്പറ്റി വിഷമിക്കേണ്ടെന്ന് ഭഗവാൻ എടുത്തു പറയാണ് ഇവിടെ. ഇതേപോലെ ഏത് മതത്തിലാണ്, ഏത് ഭാഷയിലാണ് നമുക്ക് പറഞ്ഞുതരാം എന്ന് ആലോചിച്ച് നോക്കും. മനസ്സിലായോ? അപ്പോ അതുകൊണ്ടാണ് നമ്മൾ കർമ്മത്തിന്റെ പിന്നാലെ നമ്മൾ പോകേണ്ട യാതൊരു ആവശ്യമില്ല എന്നാണ് ഇവിടെ പറയുന്നത്. മറ്റുള്ള ചിന്തകൾ ഉണ്ടാവരുത്. അനന്യ ചിന്തയൊന്നും, മറ്റുള്ള ചിന്തകളൊക്കെ മാറ്റി നിർത്തോ. നീ എനിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കോ, നിന്നെ ഞാൻ സംരക്ഷിച്ചോളാം. അല്ലെ? പിന്നെ 18-66 എന്താണ്? സർവധർമാൻ പരിത്യജ മാമേകം ശരണം വ്രജ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ. നീ എല്ലാ ധർമ്മങ്ങളും അധർമ്മങ്ങളും വെടിഞ്ഞോളൂ, നീ എന്നെ ശരണം പ്രാപിച്ചോളൂ, ഞാൻ നിന്നെ രക്ഷിച്ചോളാന്ന് പറയണത്. ആരാ? ഭഗവാൻ ശ്രീകൃഷ്ണ പറയണത്. ഞാൻ നിന്റെ കൂടെ ഉണ്ട്, ഞാൻ നിന്നെ രക്ഷിച്ചോളാന്ന് പറയുമ്പോൾ ഇതിനപ്പുറം ഒരു ഗ്യാരണ്ടി ആർക്കും അങ്ങനെ ഒരു ഗ്യാരണ്ടി തരാൻ സാധിക്കാം? ആർക്കില്ല. അത് ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളുടെ പാത വളരെ ക്ലിയർ ആണ്, നമ്മൾ പോകുന്ന വഴി വളരെ ക്ലിയർ ആണ്. നമ്മൾ മറ്റുള്ള അനന്യ ചിന്തയൊന്നും ഇല്ലാതെ കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെന്ന് മനസ്സിലാക്കാം. 48 യോഗസ്ഥകുരു കർമാണി സംഘം തെക്വാ ധനഞ്ജയ സിദ്ധ സിദ്ധോ സമോ ഭൂത്വാ സമത്വം യോഗം ഉച്ചതേ. ഇവിടെ പറയുന്ന അല്ലയോ അർജുന,
ജയപജായങ്ങളോടുള്ള മമത വിടിഞ്ഞ സമചിത്തയോട് നിന്റെ കർത്തവ്യം അനുഷ്ഠിക്കുക. ഈ സമചിത്തതയാണ് യോഗം എന്ന് പറയുന്നത്. യോഗം എന്ന് പറഞ്ഞാൽ യോഗം ചെയ്യാൻ കൂടിച്ചേരുക. ആരായിട്ട്? ശ്രീകൃഷ്ണ ഭഗവാനായിട്ട് കൂടിച്ചേരുക. അതാണ് യോഗം എന്ന് പറയുന്നത്. നമ്മൾ യോഗ ക്ലാസ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ അതിന്റെ ഉദ്ദേശം ഇതാണ്, ഭഗവാനായിട്ട് യോജിക്കുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. പക്ഷെ അവിടെ ഫിസിക്കലായിട്ട് എന്തെയോ കുറെ പഠിപ്പിക്കുന്നു എന്നുള്ളത് അത് ശരിയാണ്, നല്ല കാര്യം തന്നെ. പക്ഷെ അത് കുറെ കൂടെ മുന്നോട്ട് നമ്മൾ പോകണം. ആ യോഗം എങ്ങനെയാ, യോഗത്തിന്റെ ഉദ്ദേശം എന്താണ്, ഓരോ ആസനത്തിനും അതിന്റെ പ്രത്യേകിച്ച് ചില കാര്യങ്ങളുണ്ട്. അതൊന്നും നമുക്കറിയില്ല. അത് നമ്മൾ പഠിപ്പിച്ചു അതേപോലെ ചെയ്യുന്നു. യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനുമായിട്ട് കൂടിച്ചേരുക എന്നുള്ള. യോഗസ്ഥ കുരു കർമാണി സംഘം തെക്വ ധനഞ്ജയ സിദ്ധോ സമൂഹത്വ സമത്വം യോഗം ഉച്ചതേ. അല്ലയോ അർജുന, ജയപജായങ്ങൾ ചെയ്യാൻ ജയം ഉണ്ടാവും, പരാജയം ഉണ്ടാവും, അതൊക്കെ വിട്ടുകളയോ. അതിന്റെ മമത വെടിഞ്ഞ് സമചിത്തയോടെ നിന്റെ ലക്ഷ്യത്തോടുകൂടി കർത്തവ്യം അനുഷ്ഠിക്കുക. നിന്റെ കർത്തവ്യം എന്താണ്? കർമ്മം ചെയ്യാന്നുള്ളതാണ്. അത് ആർക്ക് വേണ്ടിയിട്ട്? ഭഗവാന് വേണ്ടി ചെയ്യാം. ഈ സമചിത്തയാണ് യോഗം എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഭഗവാനുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കും. ഭഗവാനുമായിട്ട് നമുക്ക് ഫ്രണ്ട്ഷിപ്പ് കൂടാൻ സാധിക്കും. ഭഗവാനുമായിട്ട് സാഖ്യം ചെയ്യാൻ ഒരു സഖാവായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അച്ഛനായിട്ടോ അമ്മയായിട്ടോ മാധുര്യ രസത്തിലോ പല രസത്തിലും ശാന്തരസത്തിലോ ഏത് രസത്തിലും നമുക്ക് അദ്ദേഹമായിട്ട് നമുക്ക് ബന്ധപ്പെടാൻ സാധിക്കുന്നതാണ്. അതാണ് ശ്രീകൃഷ്ണ ഭഗവാൻ നമ്മൾ ഏത് ലെവലിൽ നിൽക്കുന്ന ആ ലെവലിൽ അദ്ദേഹം അറിഞ്ഞു വരുന്നുള്ളതാണ്. 49 ദുരേണ അഭ്യവരം കർമ്മ ബുദ്ധിയോഗ ധനഞ്ജയ ബുദ്ധൗ ശരണമന്വിച്ച കൃപണാഫല ഹേതവ. വിവർത്തനശീല പ്രഭാതിക്കുക. അല്ലയോ ധനഞ്ജയ, ജുഗുപ്സാവഹമായ കർമ്മങ്ങളെല്ലാം ഭക്തിയുത സേവനത്തെ അകറ്റി നിർത്തുക. ആ ബോധത്തോടെ ഭഗവാനെ ശരണം പ്രാപിക്കുക. കർമ്മഫലങ്ങൾ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവർ കൃപണരാണ്. നമ്മൾ എന്തെങ്കിലും ഫലം ഉദ്ദേശിച്ച് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കൃപണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കള്ളനോ അല്ലെങ്കിൽ പിശുക്കനോ അങ്ങനെ പല രീതിയിലും പറയാൻ സാധിക്കും. ജുഗുപ്സാവഹമായ കർമ്മങ്ങളെല്ലാം ഭക്തിയുത സേവനത്തെ അകറ്റി നമ്മുടെ എന്താണ് ഊഹാഭോഗങ്ങളിൽ കൂടെയുള്ള പോക്കുമായിട്ട് മാറ്റി നിർത്താം. നമ്മളുടെ വഴി ശരിയാണ്, നല്ല വഴി, നമ്മുടെ പാത്ത അതാണ്. അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ബോധത്തോടെ ഭഗവാന് ശരണം പ്രാപിക്കാൻ സാധിക്കും. നമ്മുടെ ഉദ്ദേശം പറഞ്ഞാൽ ഭഗവാന് ശരണം പ്രാപിക്കുക എന്നുള്ളതാണ്. ഭഗവാന് ശരണം പ്രാപിച്ചാൽ എന്താ ഉണ്ടാവണേ? നമുക്ക് എല്ലാം വൈകുണ്ഠത്തിൽ നമുക്ക് നേരിട്ട് വൈകുണ്ഠത്തിൽ പോകാം. വൈകുണ്ഠത്തിൽ ചെന്നാലോ കുണ്ഠിതമില്ല, അവിടെ യാതൊരു കുണ്ഠിതവും ഉണ്ടാവില്ല. ഏത് സമയത്ത് നമുക്ക് ഭഗവാനെ സേവിക്കാൻ സാധിക്കാം. ഇവിടെ ഉള്ളതിന്റെ എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടെന്നുള്ളതാണ്. മനസ്സിലായോ? അതാണ് ഉദ്ദേശിക്കുന്നത്. കർമ്മഫലങ്ങൾ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവർ കൃപണരാണ്. അവര് മണ്ടന്മാരൊക്കെ പറഞ്ഞില്ലേ, നമ്മള് ഭക്ഷണം ഉണ്ടാക്കി, ഞാൻ നേരത്തെ പറഞ്ഞ പായസം ഉണ്ടാക്കി, പായസം നിവേദിക്കുകയാണെങ്കിൽ അത് പ്രസാദമായി. അല്ലാതെ നമുക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അത് കൃപണനാണ്. അവര് എന്താ പറയാ, അവൻ പിശുക്കനാണെന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ മോശക്കാരനാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 50 ബുദ്ധിയുക്തോ ജഹാദിയോ ഉഭേ സുഹൃത ദുഷ്കൃതേ തസ്മാത് യോഗായ യുഞ്ജസ്വ യോഗ കർമ്മസു കൗശലം. ഹരേ കൃഷ്ണ. ഇവിടെ പറയുന്നത് ഭക്തിപരിതമായ സേവനത്തിൽ ഏർപ്പെടുന്നവന് ഈ ലോകത്തിൽ തന്നെ നല്ലതും ചീത്തയുമായ കർമ്മഫലങ്ങളിൽ നിന്ന് മുക്തനാകാം. അതിനാൽ യോഗത്തിനായി യത്നിക്കുക. അല്ലയോ അർജുന, കർമ്മകുശലതയാണ് യോഗം. ഭക്തിപരിതമായ സേവനം ചെയ്യാൻ ഒരു കാര്യം ഓർമ്മിപ്പിച്ചുള്ളൂ. എത്ര തന്നെ ആയാലും, എത്ര വലിയ ആളായാലും, എത്ര മഹാത്മാവായാലും ശരി, എത്ര ഞാൻ ഉദ്ദേശിച്ച ഭക്തിയില് എത്ര മുന്നോട്ട് പോയ ആളായാലും ശരി, ആചാര്യന്മാരായാലും ശരി, നമ്മളിപ്പോ ഗുരുക്കന്മാരെ അനവധിയുണ്ട് നമ്മുടെ നാട്ടിൽ, അല്ലേ? അനവധി ഗുരുക്കന്മാരാണ്, ഒക്കെ വട്ടപൂജയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് തോന്നിയ പോലെയാണ് അവര് നമ്മളെ പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഒരു വലിയൊരു മഹാനാണ്, പേര് പറയാൻ ശരിയല്ലല്ലോ, അദ്ദേഹം പറഞ്ഞ ഈ അമ്പലത്തിലൊക്കെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ഡൈറ്റി, അവിടെ വിഗ്രഹങ്ങള് അതൊന്നും ഭഗവാൻ അല്ല എന്ന് അദ്ദേഹം പറഞ്ഞു കൊടുക്കുക. വലിയൊരു ലക്ഷക്കണക്കിനാണ് കാശ് വാങ്ങിക്കുന്നത് ഓരോ ഭാഗവതം വായിക്കാനും ഇതിനൊക്കെ ആയിട്ട്. ലക്ഷക്കണക്കിന് വാങ്ങിക്കണം. അയാളാണ് ഈ അമ്പലത്തിലുള്ള വിഗ്രഹങ്ങളൊന്നും ദൈവങ്ങളല്ലാന്ന്, കല്ല് മാത്രമാണ്. കല്ലോ മരോ എന്താണെന്ന് ചെയ്യാം എന്ന് ആലോചിച്ച് നോക്കും. അവരൊക്കെ എന്താ ചെയ്യണ്ടേ? അവരൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഇവരെയൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അധപ്പതനാണെന്നുള്ളതാണ്. നമ്മൾ അധപ്പതിച്ചു. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സംശയമായി, അതാണോ ശരി, ഇതാണോ ശരി, നമുക്ക് മുന്നോട്ട് പോകാനേ സാധിക്കില്ല. ഭഗവാൻ ഈ ഭഗവത്ഗീതയെ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് എന്നെ നേരിട്ട് പ്രാപിക്കാൻ നിനക്ക് സാധിക്കാത്തത് കൊണ്ട്
കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ലെവലിൽ ഉയർന്നിട്ടില്ല. സാധിക്കാത്തത് കൊണ്ട് ഞാൻ നിനക്ക് കണ്ട് അനുഭവിക്കാവുന്ന രീതിയിലുള്ള കല്ലിലോ മണ്ണിലോ അല്ലെങ്കിൽ ഫോട്ടോയിലോ അല്ലെങ്കിൽ പെയിന്റിങ്ങിലോ ഇതിലായി ഞാൻ നിന്റെ മുമ്പിൽ ഞാൻ പ്രത്യക്ഷമാകാം എന്ന് ഈ ശാസ്ത്രത്തിൽ കൂടി നമുക്ക് പഠിക്കാൻ സാധിക്കും. നമ്മൾ പ്രാണപ്രതിഷ്ഠ ചെയ്യുന്നത് വേറെ എന്തിനാ? ഒരു ബിംബത്തിനെ നമ്മൾ അമ്പലത്തിൽ പ്രാണപ്രതിഷ്ഠ ചെയ്ത് അതിനെ ജീവൻ കൊടുക്കുന്നത് എങ്ങനെയാണ്? തന്ത്രിയാണ്. തന്ത്രി അദ്ദേഹത്തിന്റെ സ്വയം ആ പ്രാണനെയാണ് അദ്ദേഹം പ്രതിഷ്ഠയ്ക്ക് കൊടുക്കുന്നത്. മനസ്സിലായോ? അത്രയും കഴിവുള്ള ഒരു വ്യക്തിയാണ് തന്ത്രി. അപ്പോൾ ഇതിനൊന്നും ജീവനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള സന്യാസിയായ ഗുരുവിനെ എന്താ നമ്മൾ ചെയ്യേണ്ടത് പറയൂ? നമ്മൾ ഇതേപോലെ അനവധി കാര്യങ്ങൾ നമ്മൾ തെറ്റായിട്ട് അവരുടെ കാര്യം നേടാൻ വേണ്ടിയിട്ട് പലതും പറയും. അതാണ് നമ്മൾ ഹിന്ദു മതത്തിനെ പറ്റിയത്. നമ്മളെ വഴി തെറ്റിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ശരിയായ വഴി പറഞ്ഞു തരാൻ ആരുമില്ല. അപ്പം ചോദിക്കും, ഈ പറയുന്നതൊക്കെ ശരിയാണ്? ഇത് ശാസ്ത്രങ്ങളിൽ നിന്നാണ് പറയുന്നതാണ്. ഇത് ഗുരു ശിഷ്യ പരമ്പരയിൽ കൂടെ കിട്ടിയിട്ടുള്ള ശാസ്ത്രമാണ്. ഇതിന് ഒരു പുള്ളി മാറ്റമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ ഭക്തിപരമായ സേവനത്തിൽ ഏർപ്പെടുന്നവൻ ഇഹലോകത്തിന് തന്നെ നല്ലതും ചീത്തമായ കർമ്മഫലങ്ങളിൽ നിന്ന് മുക്തനാകാം. ഈ ലോകത്തില് നമ്മൾ ചെയ്യുന്നത് ചിലപ്പോൾ തെറ്റായിരിക്കും, ശരിയായിരിക്കാം, പല രീതിയിൽ പല മിക്സഡ് ആയിരിക്കാം, ഒക്കെ ആയിരിക്കാം. പക്ഷെ ഇതിൽ നിന്നൊക്കെ നമ്മൾ ശരിക്കും നമ്മൾ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഭക്തിയുത ഭഗവത് സേവനം ചെയ്യാൻ ശ്രമിക്കുക. ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തന്മാരെ സേവിക്കുക. ഭഗവാനെ സേവിക്കുന്നതിലും എളുപ്പം ഭഗവാന്റെ ഭക്തന്മാരെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ്. ഭഗവാന്റെ ഭക്തൻ തൃപ്തിപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളിൽ ഭഗവാൻ തൃപ്തനാവുമെന്നാണ് പറയുന്നത്. അല്ലയോ അർജുന, കർമ്മകുശലിയാണ് യോഗം. ജന്മബന്ധുവിനെ നിർമുക്ത പദം ഗച്ഛന്ത്യനാമയം. വിവർത്തനം ശ്രീല പ്രഭാതിക്ക്. ഇപ്രകാരം ഭഗവത് ഭക്തി സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ശിഷ്യന്മാരും ഭക്തന്മാരും ഭൗതിക ലോകത്തിലെ കർമ്മ ഫലങ്ങളിൽ നിന്ന് മുക്തരാകുന്നു. ഇതിപ്പോ ഇന്നലെ തുടങ്ങിയിട്ടുള്ളതല്ല. ജന്മജന്മാന്തരങ്ങളായിട്ട് ടൈം ഇൻ മെമ്മോറിയൽ ഇന്നലെയോ മിന്നാന്നുണ്ടായ ആൾക്കാരല്ല. അതിനു മുമ്പെയോ വർഷങ്ങളോളം മുമ്പ് വലിയ വലിയ ഗുരുക്കന്മാരും സന്യാസിമാരും ഭക്തന്മാരും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അവരുടെ കഥയാണ് ഈ പറയുന്നത്. ഇപ്രകാരം ഭഗവത് സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ട്, ഭഗവത് സേവനം ചെയ്യാണ്ട് പറ്റില്ല, ഏർപ്പെട്ടു ഋഷീശ്വരന്മാര് ഭക്തന്മാര് ഹിമാലയത്തിൽ ഇപ്പോഴും നമ്മൾ ഇന്ത്യ അങ്ങനെ നിലനിൽക്കുന്നത് എന്താണെന്നറിയാമോ? ശാസ്ത്രം പറയുന്നത് നമ്മൾ ഇപ്പോഴും ഹിമാലയത്തിൽ പോയി കഴിഞ്ഞാൽ ഇതേപോലെ അനവധി ഭക്തന്മാർ അവിടെ തപസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അവര് ആ തപത്തിന്റെ ഫലം കൊണ്ടാണ് ഇപ്പോഴും ഇന്ത്യ ഇങ്ങനെ നിൽക്കുന്ന, യാതൊരു ഫോട്ടോ തട്ടാണ് നിൽക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവരുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ തപസ്സിന്റെ ഫലമാണ് നമുക്ക് കിട്ടുന്നത്. ഭൗതിക ലോകത്തെ കർമ്മഫലങ്ങളിൽ നിന്നും മുക്തനായി ഇങ്ങനെ ജനന മരണ ശൃംഖലയിൽ നിന്നും മോചിതരായി. ജനന മരണ ശൃംഖല ജനിച്ചാലല്ലേ മരിക്കണ്ടോ? ജനിച്ചു കഴിഞ്ഞാൽ മരിക്കണം, മരിച്ചോ ജനിക്കുകയും വേണം. അപ്പൊ ഇതിൽ നിന്ന് മുക്തി നേടണമെങ്കിൽ ഭക്തിയുത ഭഗവത് സേവനം ചെയ്യുക എന്നുള്ളതാണ്. നാമം ജപിക്കുക. എന്താണ് നാമം ജപിക്കേണ്ടത്? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. മോചിതരായി അവർ ദൈവസന്നിധിയിൽ എത്തിച്ചേർന്നു വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ ആൾക്കാരുടെ കഥയാണ് ഈ പറയുന്നത്. സകല കഷ്ടതകൾക്കും ഉപരിയായ അവസ്ഥയിൽ എത്തിച്ചേരുന്നു. അങ്ങനെ നമുക്കും അവിടെ എത്തിച്ചേരാൻ സാധിക്കും എന്നാണ് പറയുന്നത്. 52 പറയുന്നത് നോക്കാം. യഥാ ദേവോഹകലിലം ബുദ്ധിർവ്യപതിരിഷ്യതി തഥാ ഗന്ധാസി നിർവേദം സോദവ്യശ്രുതസ്യജ. വിവർത്തനം ശ്രീ പ്രഭാതിക്ക്. ബുദ്ധി വ്യാമോഹമാകുന്ന നിബിഡ വനത്തെ പിന്നിട്ട് കഴിയുമ്പോൾ കേട്ടതിനെ കുറിച്ചും കേൾക്കേണ്ടതിനെ കുറിച്ചും നീ ഉദാസീനായിത്തീരും. ബുദ്ധി വ്യാമോഹിതമാകുന്ന നിബിഡ വനത്തെ പിന്നിട്ട് കഴിയുമ്പോൾ കേട്ടതിനെ കുറിച്ചോ കേൾക്കേണ്ടതിനെ കുറിച്ചോ നീ ഉദാസീനായിത്തീരും. അതിൽ നിന്ന് നമുക്ക് വിട്ടു നിൽക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും എന്നാണ് പറയുന്നത്. ഭക്തന്മാരുടെ ജീവിതങ്ങളിൽ അവർ ഭഗവത് സേവനത്തിൽ മുഴുകിയാൽ വേദോക്തങ്ങളായ ചടങ്ങുകളിൽ ഉദാസീനായ ഇതിന് നല്ല ഉദാഹരണങ്ങൾ ചിന്തിച്ചാൽ അതിൽ കുടുങ്ങി പോകുന്നില്ല എന്നാണ് പറയുന്നത്. മനസ്സിലായോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അനുസരിച്ചുള്ള ചില ഭക്തിയുത സേവനങ്ങൾ അതിൽ പെടാതെ കണ്ട് അത് ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ്. അതിൽ നിന്നും വേണ്ടുകോളുണ്ട്. കൃഷ്ണനെക്കുറിച്ചും താനും കൃഷ്ണനുമായുള്ള ബന്ധത്തെ പറ്റിയും ശരിക്കറിയുന്ന ഒരാൾ അനുഭവ സമ്പന്നനായൊരു ബ്രാഹ്മണനായാലും ശരി ഫലോദിഷ്ട കർമ്മങ്ങളിൽ തീരെ അശ്രദ്ധനാകുന്നത് സ്വാഭാവികമാണ്. ഇങ്ങനെയുള്ള വലിയ വലിയ ആൾക്കാരും ഇങ്ങനെയുള്ള പ്രവൃത്തികളിൽ നിന്നും വിട്ടു നിന്നിട്ടുണ്ട് എന്നാണ് ഈ ശ്ലോകത്തിൽ കൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇനി 53 ലാസ്റ്റ് ശ്ലോകം.
ശ്രുതി വിപ്രതിപന്നാദേ യഥാസ്യാസ്യതി നിശ്ചര സമാധാവജല ബുദ്ധി തഥായോഗമവപ്സ്യസി. പറയുന്നത് എപ്പോൾ നിന്റെ മനസ്സ് വേദങ്ങളുടെ അലങ്കൃതമാണ്. ഞാൻ പറയാം, നേരത്തെ പറഞ്ഞു തന്നെയാണ്. വേദങ്ങളിൽ അലങ്കൃതമായ ചില ഭാഷ്യങ്ങളുണ്ട്, ഭാഷകളുണ്ട്, ചില ശ്ലോകങ്ങളുണ്ട്. അതിൽ നമ്മൾ കുടുങ്ങിപ്പോകും. നമ്മളുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി ഇന്നത് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ സൂര്യ ഭഗവാൻ നമ്മുടെ എന്താണ് ആരോഗ്യത്തിന് വേണ്ടി സൂര്യ ഭഗവാനെ പൂജിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യം കിട്ടും. അതേപോലെ തന്നെ പല ദേവിമാരെ പൂജിച്ച് അങ്ങനെ ചില കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ ഇതില് ഇപ്പോൾ നിന്റെ മനസ്സ് വേദങ്ങളിലെ അലങ്കൃത വാക്കുകൾക്ക് വശപ്പെടാതെ ആത്മസാക്ഷാത്കാരത്തിനായി ഉറച്ചു നിൽക്കുന്നുവോ, അപ്പോൾ നീ ദിവ്യാവബോധം കൈവരിച്ചു കഴിഞ്ഞവനാകുന്നു. അപ്പൊ അതിന്ന് ഒഴിവായിട്ട് നീ ആത്മസാക്ഷാത്കാരം ഞാൻ ആരാണ്, ഭഗവാൻ ആരാണ്, ഞാനും ഭഗവാനും തമ്മിലുള്ള ബന്ധം എന്താണ്, ഞാൻ ആര്, ഞാൻ ശരീരമല്ല, ഞാൻ ഈ പറയുന്ന നരോത്തമ കൃഷ്ണദാസല്ല, ഞാനല്ല. ഞാൻ എന്റെ സോളാണ്, എന്റെ ആത്മാവാണ് ഞാൻ. മനസ്സിലായോ? എന്റെ ഈ പേരുകൊണ്ട് ഞാൻ ഭൗതികമായിട്ട് നമ്മളെ അറിയുന്നു എന്നല്ലാതെ കണ്ട ശരിക്കും നമ്മൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആത്മാവാണെന്നാണ് നമ്മൾ പറയാം. അപ്പോൾ ആത്മസാക്ഷാത്കാരത്തിനെ ഉറച്ചു നിൽക്കുന്നുവോ, അപ്പോൾ നീ ദിവ്യാബോധം കൈവരിച്ചു കഴിഞ്ഞവനാകുന്നു. സമാധിസ്ഥനായി എന്നതിന് പൂർണ്ണമായും കൃഷ്ണാബോധം നേടിയവർ എന്നർത്ഥം. അമ്മ ഇങ്ങനെ സമാധിസ്ഥനാവണമെങ്കിൽ കൃഷ്ണാബോധം നേടണം. കൃഷ്ണാവിന്റെ ഭഗവാനെ സേവിച്ചാലേ കാര്യം നടക്കുള്ളൂ എന്നാണ് പറയുന്നത്. പൂർണ്ണ സമാധി കൈവരിച്ച മനുഷ്യൻ ബ്രഹ്മത്തെയും പരമാത്മാവിനെയും ഭഗവാനെയും അറിഞ്ഞു കഴിഞ്ഞു. ബ്രഹ്മം, പരമാത്മാവ്, ഭഗവാൻ അതൊരു വലിയ സബ്ജക്റ്റാണ്, നമുക്ക് ഇപ്പൊ പറഞ്ഞ് നിർത്താൻ പറ്റില്ല. ഭഗവാനെ അറിയുന്ന മൂന്ന് തലങ്ങളുണ്ട്: ബ്രഹ്മാവ്, പരമാത്മാവ്, ഭഗവാൻ. ഇപ്പൊ തുടക്കക്കാരോടെ ഞാൻ ഈ പറയുന്നത്. കാരണം ബ്രഹ്മൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ എഫൾജൻസ്, ഭഗവാന്റെ പ്രഭാമണ്ഡലം, അതാണ് ദൈവം എന്ന് വെച്ച് നമ്മൾ ചിന്തിക്കുന്ന ആൾക്കാരാണ് പുതിയ ആൾക്കാര്. പരമാത്മാവ് നമ്മുടെ മനസ്സിന്റെ ഉള്ളില് പരമാത്മാവായിട്ട് നിൽക്കുന്ന ഭഗവാനെ നമ്മൾ, അതാണ് ഭഗവാൻ എന്ന് വിശ്വസിക്കുന്നവര്. അതുവരെ ഉള്ളൂ. അതിനപ്പുറം നമ്മൾ വരണം. ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി? വ്യക്തിയായി. ഭഗവാൻ കൈയുണ്ട്, കാലുണ്ട്, മൂക്കുണ്ട്, കണ്ണുണ്ട്, ചെവിയുണ്ട്, സംസാരിക്കാൻ സാധിക്കും, ഓടാൻ പറ്റും, നടക്കാൻ പറ്റും. അതാണ് ഭഗവാൻ. അപ്പൊ ബ്രഹ്മം, പരമാത്മാവ്, ഭഗവാൻ വന്നാലേ നമ്മൾ പൂർണ്ണനാകുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. അറിഞ്ഞു കഴിഞ്ഞു താൻ കൃഷ്ണന്റെ നിത്യദാസനാണെന്ന് മനസ്സിലാക്കണ്ടോ? താൻ കൃഷ്ണന്റെ നിത്യദാസനാണെന്ന് കൃഷ്ണാബോധപൂർവ്വം കർമ്മങ്ങൾ ചെയ്യുക മാത്രമാണ് തന്റെ കടമ എന്ന് അറിയുന്നതാണ് ആത്മസാക്ഷാത്കാരത്തിന്റെ പരമകഷ്ടം. ആത്മസാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് വലിയൊരു സാധനം എന്ന് വിചാരിക്കണ്ട. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ ദാസനാണ്, നിത്യദാസനാണ്. എന്നും ഇറ്റേണലായിട്ട് ഞാൻ ഭഗവാന്റെ സേവകനാണ്. ഭഗവാൻ സേവിക്കാണ് എന്റെ ജോലി, എന്റെ ഡ്യൂട്ടി ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കാം. കൃഷ്ണാബോധപൂർവ്വം കർമ്മം ചെയ്യുക മാത്രമാണ് എന്റെ കടമ. എന്റെ കർമ്മം ഞാൻ ചെയ്യേണ്ടത് കൃഷ്ണാബോധത്തോടുകൂടി ഭഗവാൻ വേണ്ടി കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഞാൻ ഈ ഭൗതിക ലോകത്ത് എങ്ങനെ കൃഷ്ണാബോധത്തിൽ കർമ്മങ്ങൾ ചെയ്ത് മാത്രം ഇരുന്നാൽ മതിയോ എന്ന് ചോദിക്കും. മതി എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഇങ്ങനെ ആക്കിയെടുക്കണം. ഇപ്പൊ ഒരാൾ ഓഫീസിൽ പോയി ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഇതെങ്ങനെ കൃഷ്ണാബോധമാവാന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷ്ണനെ സ്മരിച്ചുകൊണ്ട് നമ്മൾ ആ ഓഫീസിലുള്ള ജോലി ചെയ്യുക. അത് കൃഷ്ണന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാന്ന് നമ്മൾ മനസ്സിലാക്കാം. ആ കൃഷ്ണന് കാരണം വെച്ച് കഴിഞ്ഞാൽ കൃഷ്ണന് വേണ്ടി ചെയ്യുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന സാലറിയിൽ ഒരു അംശം ഭഗവാന് വേണ്ടി മാറ്റിവെക്കാം, ഭഗവാന്റെ സേവനത്തിന് മാറ്റിവെക്കാം. അപ്പൊ ആ കേട്ടപ്പോൾ 1000 രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു 10 രൂപയെങ്കിലും നമ്മൾ മാറ്റിവെക്കാൻ സാധിക്കുകയാണെങ്കിൽ 9990 നമ്മൾ അത് പ്യൂരിഫൈ ആവും. മനസ്സിലായോ? അങ്ങനെ നമ്മൾ കാര്യങ്ങൾ, അപ്പൊ അത് തീർച്ചയായിട്ടും പ്രസാദമായി. അത് നമ്മൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഈ 10 രൂപയായാലും നമ്മൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന്റെ ചിന്തകളിൽ മാറ്റം വന്നാൽ മതി. നമ്മുടെ മനസ്സിനാണ് മാറ്റം വരേണ്ടത്. അല്ലാണ്ട് പ്രവൃത്തി അത് തന്നെയാണ്. ഞാൻ ഇന്നലെ ചെയ്ത ജോലി തന്നെയാണ് ഇന്നും ചെയ്യുന്നത്. പക്ഷെ എന്റെ മനസ്സിൽ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് ഭഗവാന് വേണ്ടിയിട്ടാണെന്നുള്ള ആ ചിന്ത നമ്മുടെ മനസ്സിൽ കൊണ്ടുവരണം. ഹരേ കൃഷ്ണ. ഇവിടെ തീരുകയാണ്. ഓടിച്ചു പറയേണ്ടി വന്ന കാരണം ചെയ്യും സമയക്കുറവുണ്ട്. നമുക്ക് ഇത് ആക്ച്വലി ഒരു തുടക്കം മാത്രമാണ്. ഭഗവത്ഗീതയെ പറ്റി ഒരു ഓവറോൾ ആയിട്ട് ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാന്നുള്ളതാണ്. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ഓരോ ശ്ലോകം എടുത്ത് അത് അനലൈസ് ചെയ്ത് നമുക്ക് പഠിച്ചാലും നമുക്ക് മുന്നോട്ട് പോകാം. നമുക്ക് ഭക്തിയിൽ നമുക്ക് ഉയരാൻ നമ്മളെ കൊണ്ട് സാധിക്കുള്ളൂ. അപ്പൊ ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ല എങ്കിൽ നമുക്ക് ഇവിടെ നിർത്താം. സമയം 5-6 മിനിറ്റ് കൂടുതലായി. എന്നിരുന്നാലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഹരേ കൃഷ്ണ.
സംശയങ്ങൾ വരണം. കാരണം ഇത് നമുക്ക് സംശയം കൂടി ദൂരീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണല്ലോ. ഹരിബോൾ. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം. സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞൊന്നും മനസ്സിലായില്ല എന്നാണ്. ഹരേ കൃഷ്ണ. ഓക്കെ, സംശയങ്ങൾ ഒന്നുമില്ല എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഇന്നത്തെ ക്ലാസ്സിന്റെ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച് നരോത്തം പ്രഭു. പ്രഭുവിനെ ലാസ്റ്റ് മിനിറ്റിലാണ് നമ്മൾ വിളിച്ചു വരുത്തിയത് ക്ലാസ് എടുക്കാനായിട്ട്. താങ്ക് യു പ്രഭു. പിന്നെ യെസ്, നമുക്ക് നരസിംഹാരത്തി നരസിംഹ പ്രയാസ് ചൊല്ലാം. നമസ്തേ നരസിംഹായ പ്രഹ്ലാദായിനെ ഹിരണ്യകാശിപൂർവക്ഷഃ ശിലങ്കാനഘാലയേ ഇതോ നരസിംഹ പരതോ നരസിംഹ യതോ യതോ യാമി തതോ നരസിംഹ ബഹിർനരസിംഹ ഹൃദയേ നരസിംഹ നരസിംഹമതിം ശരണം പ്രപദ്യേ തവ കരകമലവരേ നഖാം അദ്ഭുത ശൃംഗാം ദളിത ഹിരണ്യകശിപോർ തനുഭൃംഗാം കേശവധൃത നരഹരിരൂപ ജയ ജഗദീശ ഹരേ ജയ ജഗദീശ ഹരേ जय जगदीश हरे जय नरसिंहदेव जय नरसिंहदेव नरसिंहदेव जय नरसिंहदेव प्रहलाद महाराज जय प्रहलाद महाराज प्रहलाद महाराज जय प्रहलाद महाराज सर्वभक्त विघ्न विनाशक लक्ष्मीपति नरसिंहदेव भगवान की जय भक्त शिरोमणि प्रहलाद महाराज की जय जगत गुरु श्रीला प्रभुपाद की जय हरे कृष्णा सो ഇന്ന് നമ്മൾക്ക് ഗീതാ മഹാത്മ്യം പറഞ്ഞു തന്ന ഗീതാ മാതാജിക്കും ഹരിനാമ മഹാത്മ്യം പറഞ്ഞു തന്ന ഭൂദേവി മാതാജിക്കും അതോടൊപ്പം തന്നെ ഭഗവത്ഗീത ക്ലാസ് എടുത്ത നരോത്തം പ്രഭുവിനും ഇസ്കോൺ കൊച്ചി സെന്ററിന്റെ വക നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇനി അടുത്ത ക്ലാസ് നമുക്ക് തിങ്കളാഴ്ച ആയിരിക്കും ഇതേ സമയം. അപ്പം തിങ്കളാഴ്ച കാണാം. എല്ലാവർക്കും ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും നന്ദി. ഹരിബോൾ. ഹരേ കൃഷ്ണ.